ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ചന്ദ്രയാൻ 2 വഹിച്ചുകൊണ്ടുള്ള GSLV-3 റോക്കറ്റ് 2:43 സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ രണ്ടാം വിക്ഷേപണത്തറയിൽ നിന്ന് കുതിച്ചു വരും. നേരത്തെ നിശ്ചയിച്ചതുപോലെ സെപ്റ്റംബർ 7 തന്നെ ചന്ദ്രയാൻ ചന്ദ്രനിലെത്തും. സമയം പുനഃക്രമീകരിച്ചാണ് വിക്ഷേപണം നടത്തുന്നത്. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് അവസാനഘട്ട തയ്യാറെടുപ്പുകളുമായി വിശദീകരണവുമായി പ്രദീപ് എത്തുന്നു. പ്രദീപ്, ഇപ്പോൾ എന്തൊക്കെയാണ് അവസാനഘട്ട തയ്യാറെടുപ്പെന്ന രീതിയിൽ ASROയിൽ നടക്കുന്നത്, സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നടക്കുന്നത്? കൃത്യം 2:43 തന്നെ വിക്ഷേപണത്തിന് ഒരുങ്ങിക്കഴിഞ്ഞോ ISRO? അരുൺ, നമുക്കറിയാം ഇന്നൊരു വലിയ വാർത്താ ദിനം. ഒട്ടനവധി വാർത്തകളുള്ള ഈ ദിവസത്തിൽ ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്താ കേന്ദ്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ശ്രീഹരിക്കോട്ടയിലെ ISROയുടെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ മീഡിയ സെന്ററിന് മുകളിലിരുന്ന് നമ്മൾ ക്യാമറ എല്ലാം സജ്ജീകരിച്ചു കഴിഞ്ഞു. ഇന്ത്യ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ്. ശ്രീഹരിക്കോട്ടയിൽ ലോഞ്ച് പാഡിൽ GSLV റോക്കറ്റ് ചന്ദ്രയാൻ 2 ദൗത്യവുമായി പറന്നു പോകുന്ന നിമിഷത്തിനായി യാതൊരു തടസ്സങ്ങളുമില്ല. ഈ നിമിഷം വരെ ഒരു തടസ്സവുമില്ല. ആദ്യ ചന്ദ്രപദ്ധതിയായ ചന്ദ്രയാൻ 1ന്റെ ഈ 10ാം വാർഷിക ദിനത്തിൽ തന്നെ ഈ രണ്ടാം ചന്ദ്രപദ്ധതി ഈ ചന്ദ്രയാനും വഹിച്ചുകൊണ്ടുള്ള GSLV Mark 3 റോക്കറ്റ് അല്പനിമിഷങ്ങൾക്കകം, അതായത് കൃത്യം 2:43 ഇവിടെ നിന്ന് പറന്നുയരും. 16 നിമിഷങ്ങൾക്കകം ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് ഈ ചന്ദ്രയാൻ വഹിച്ചുകൊണ്ടുള്ള GSLV Mark 3 റോക്കറ്റ് എത്തിച്ചേരുന്നതാണ്. അരുൺ, ചന്ദ്രനെ ഭ്രമണം ചെയ്യുന്ന ഓർബിറ്റർ, ചന്ദ്രോപരിതലത്തിലേക്ക് ഇറങ്ങുന്ന ലാൻഡർ എന്നിവയ്ക്കൊപ്പം പര്യവേഷണം നടത്തുന്ന റോവർ കൂടി ഉൾപ്പെടുന്നതാണ് ചന്ദ്രയാൻ 2. നമുക്കെല്ലാം അറിയാം, ISRO ഇതുവരെ നടത്തിയിട്ടുള്ളതിൽ ഏറ്റവും സങ്കീർണമെന്ന് വിശേഷിക്കപ്പെടുന്ന ഈ ദൗത്യത്തിന്റെ ആകെ ഭാരം 3290 കിലോ ആണ്. ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള വിക്ഷേപണത്തിന് ശേഷം ഈ ഓർബിറ്റർ ചന്ദ്രന് 100 കിലോമീറ്റർ മുകളിലുള്ള ഭ്രമണപഥത്തിലേക്ക് എത്തും. തുടർന്ന് റോവർ ഉൾപ്പെടെയുള്ള വിക്രം ലാൻഡർ മൊഡ്യൂൾ വിട്ടുമാറി ചന്ദ്രോപരിതലത്തിലേക്ക് പറന്നിറങ്ങുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ വിക്ഷേപിക്കേണ്ടിയിരുന്നത് ചില സാങ്കേതിക കാരണങ്ങളാലാണ് മാറ്റിവെച്ചത്. ആ സാങ്കേതിക തകരാറുകളെല്ലാം മാറ്റി യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ലാതെ കൃത്യം 2:43 ശ്രീഹരിക്കോട്ടയിലെ ഈ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് നമ്മുടെ അഭിമാനമായ ഇന്ത്യയുടെ വികസനത്തിന്റെ, അതായത് ഏറ്റവും വലിയ നേട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ചന്ദ്രയാൻ 2 ദൗത്യം പൂർത്തീകരിക്കാൻ പോവുകയാണ്. അരുൺ, നിലവിൽ പ്രദീപ്, ആരൊക്കെയുണ്ട് ഈ വിക്ഷേപണത്തിന് സാക്ഷ്യം വഹിക്കാനായി ഈ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ? പ്രമുഖരെല്ലാവരും എത്തിക്കഴിഞ്ഞോ? നമുക്ക് മീഡിയ റൂമിലിരുന്ന് അവരെ കാണാൻ സാധിക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? അരുൺ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യയുടെ രാഷ്ട്രപതി ഉൾപ്പെടെ ഇവിടെ വരും എന്ന് ഉള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നെങ്കിലും, രാഷ്ട്രപതി വന്നിരുന്നെങ്കിലും ചന്ദ്രയാൻ 2 ദൗത്യം മാറ്റിവെച്ചതിനാൽ അദ്ദേഹത്തിന് അതിൽ പങ്കെടുക്കാൻ സാധിക്കാതെ പോയി. നമുക്ക് ഇന്നലെ വരെ ലഭിച്ചിരുന്ന വിധം രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അവരുടെ സാന്നിധ്യം ഇവിടെ ശ്രീഹരിക്കോട്ടയിൽ ഉണ്ടാകുമെന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഇവർ ഇത്തരം പ്രധാനപ്പെട്ട ആളുകൾ, VIP-കൾ ഇല്ല. എന്നാൽ ISROയുടെ എല്ലാ പ്രമുഖ ശാസ്ത്രജ്ഞരും ഇവിടെ അണിനിരന്നു കഴിഞ്ഞു. അവർ അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ISRO ചെയർമാൻ ഇവിടെയുണ്ട്. ഒപ്പം ഈ ഒരു നേട്ടത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ദൗത്യത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത എല്ലാ ശാസ്ത്രജ്ഞരും ഇവിടെ ISROയിലെ ഈ ക്യാമ്പിലുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് മീഡിയ സെന്ററിന്റെ റൂഫിലാണ്. റൂഫിൽ നിന്നാണ് നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുക. അരുൺ, നിലവിൽ കഴിഞ്ഞ തവണ അവസാന നിമിഷം വിക്ഷേപണത്തിന് 56 മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുന്ന ഘട്ടത്തിലാണ് കൗണ്ട് ഡൗൺ ഫ്രീസ് ചെയ്യപ്പെടുന്നതും വിക്ഷേപണം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കും, സാങ്കേതിക തകരാറുണ്ടെന്ന് അറിയിച്ചിരുന്നതും. ഹീലിയം ചോർച്ചയായിരുന്നു പ്രധാനപ്പെട്ട സാങ്കേതികമായിട്ടുള്ള തടസ്സം. ആ പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായും പരിഹരിച്ച് 100-ൽ 1 പിഴവ് പോലും ഇല്ലാത്ത വിധത്തിൽ റിഹേഴ്സലും നടത്തിയതിനു ശേഷമല്ലേ ഇപ്പോൾ വിക്ഷേപണത്തിനായി തയ്യാറാകുന്നത് നമ്മൾ? തീർച്ചയായും. പക്ഷേ നമുക്കറിയാം അരുൺ, ഈ കൗണ്ട് ഡൗൺ തുടങ്ങിയതിന് ശേഷം ചെയ്യേണ്ട ഊർജ്ജം നിറയ്ക്കുന്ന ആ ഒരു പ്രക്രിയ, അതായത് ഖര ഊർജ്ജവും അതിനുശേഷം ദ്രവ രൂപത്തിലുള്ള ഊർജ്ജവും ഇതിലേക്ക് ഫില്ല് ചെയ്യുമ്പോഴാണ് നമുക്ക് അവസാന നിമിഷം 1 മണിക്കൂർ മുമ്പ് മാത്രം കഴിഞ്ഞ ഞായറാഴ്ചത്തെ വിക്ഷേപണ സമയത്ത് തകരാർ കണ്ടെത്താൻ സാധിച്ചത്. എന്നാൽ ഇത്തവണ ആ ടൈമും കഴിഞ്ഞിരിക്കുന്നു. കൗണ്ട് ഡൗൺ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീലിയം 3, അതും ഹീലിയം നിറയ്ക്കുന്ന പ്രക്രിയയും അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. ഇനി കൗണ്ട് ഡൗൺ ആരംഭിക്കുക തന്നെയാണ്, വേറൊന്നുമില്ല. കൗണ്ട് ഡൗണിന്റെ അവസാന ഘട്ടത്തിലേക്ക് മാറുകയാണ്. തടസ്സങ്ങൾ ഉണ്ടാവേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു തടസ്സത്തെ കുറിച്ച് സംസാരിക്കാൻ പോലും പ്രസക്തി ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അരുൺ, പ്രദീപ്, ഈ അവസാനം വരാൻ പോകുന്ന 15 മിനിറ്റ് എന്നുള്ളത് വളരെ നിർണായകമാണ്. ഒരുപക്ഷെ ഏറ്റവും ഭയാനകമായ നിമിഷങ്ങളെന്ന് ഇസ്രോ ചെയർമാൻ തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്ന സമയങ്ങളാണ്. അതായത് ചന്ദ്രന്റെ ഓർബിറ്റിലേക്ക് ഈ ഓർബിറ്റ് എത്തിക്കഴിഞ്ഞാൽ, ഭ്രമണപഥത്തിലേക്ക് ഓർബിറ്റ് എത്തിക്കഴിഞ്ഞാൽ അതിനുശേഷം ലാൻഡർ ഊർന്നിറങ്ങുന്ന സമയം, അത് ഒരു ഭയാനകമായ നിമിഷം എന്ന് തന്നെയാണ് ISRO ചെയർമാൻ ഇപ്പോഴും വിശേഷിപ്പിക്കുന്നത്.
അവിടെ പ്രദീപിന് സംസാരിക്കാൻ കഴിഞ്ഞ ശാസ്ത്രജ്ഞന്മാരും അത്തരമൊരു ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ടോ? ദക്ഷിണ ധ്രുവത്തിലേക്ക് ലാൻഡർ ഊർന്നിറങ്ങുന്ന ആ പ്രക്രിയയ്ക്ക് യാതൊരു നിയന്ത്രണവും ഭൂമിയിലിരുന്ന് നൽകാൻ കഴിയില്ല. അത് സ്വാഭാവികമായും ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് ചില കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ, ഉപകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ കൈവിട്ട കളിയാണത്. അതിനെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ISROയ്ക്കുണ്ടോ? തീർച്ചയായും അരുൺ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പക്ഷേ 47 ദിവസങ്ങൾക്ക് ശേഷം ചന്ദ്രനിലേക്ക്, അതായത് സോഫ്റ്റ് ലാൻഡിംഗ് എന്ന പ്രക്രിയയിലൂടെ നമ്മുടെ പേടകങ്ങൾ ഇറങ്ങുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള അവസാന 15 നിമിഷത്തെ കുറിച്ചാണത്. അത് തന്നെയാണ് ഈ ദൗത്യത്തിന്റെ ഏറ്റവും വലിയ റിസ്ക്. ഈ ചന്ദ്രയാൻ 1 ദൗത്യത്തിൽ അതിനൊപ്പം ഒരു മൂൺ ഇമ്പാക്ടർ പ്രോബ് എന്നൊരു ഉപകരണമാണ് ഘടിപ്പിച്ചിരുന്നത്. പക്ഷേ അത് ഇടിച്ചിറക്കുകയായിരുന്നു. ഇത്തവണ അത് സോഫ്റ്റ് ലാൻഡിംഗ് ആയതുകൊണ്ട് അത് ഇന്ത്യ ഇത് 4ാമത്തെ രാജ്യമാണ്. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും ശേഷം ഇന്ത്യയാണ് ഈ സോഫ്റ്റ് ലാൻഡിംഗ് എന്നുള്ള പരീക്ഷണം നടത്താൻ പോകുന്നത്. അതൊരു വലിയ ഇത് നമുക്ക് ഇവിടെ കൗണ്ട് ഡൗൺ അനൗൺസ്മെന്റ് കേൾക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ പറഞ്ഞു പൂർത്തിയാക്കാം അരുൺ. അതായത് ഈ ഇത്തവണ അത് സോഫ്റ്റ് ലാൻഡിംഗ് ആവുന്നത് മാത്രമല്ല, തെക്കേ അറ്റത്തേക്ക് പോവുകയാണ്, ദക്ഷിണ ധ്രുവത്തിലേക്ക് മാറുകയാണ്. അത് ഇരുണ്ട ഒരു പ്രദേശത്താണ് ഇന്ത്യ. ഒരുപക്ഷെ ഇന്ത്യയാണ് ആദ്യമായി അവിടെ നമ്മുടെ പേടകം, അതായത് നമ്മുടെ ചന്ദ്രയാൻ ദൗത്യം അവിടെ എത്തിക്കുന്നതും. അതൊരു വലിയ നേട്ടം. അത് ഒരുപക്ഷെ ഈ പര്യവേഷണ ചരിത്രത്തിൽ തന്നെ നാഴികക്കല്ലാവുന്ന ഒരു നേട്ടത്തിന് അതിന് തീർച്ചയായും ആ റിസ്ക് ആണ് ശാസ്ത്രജ്ഞർ നമ്മളോട് പങ്കുവെക്കുന്നത്. ആ റിസ്ക് എന്ന് പറയുന്നത് ആദ്യമായി ഒരു സ്ഥലത്തേക്ക് നമ്മുടെ പര്യവേഷണം നടത്തുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും എന്നുള്ളത് പ്രവചനാതീതമായതുകൊണ്ട് തന്നെയാണ്. എങ്കിലും 100% ആത്മവിശ്വാസത്തിലാണ് ISROയിലെ ശാസ്ത്രജ്ഞർ. അരുൺ, തിരിച്ചു വരാം പ്രദീപ്. ഇപ്പോൾ നമ്മളോട് എഴുത്തുകാരനും ശാസ്ത്രജ്ഞനുമായ, നേരത്തെ ശാസ്ത്ര ഗവേഷണ പദ്ധതികളിലൊക്കെ പങ്കുവഹിക്കുകയും ചെയ്തിരുന്ന C. രാധാകൃഷ്ണൻ നമുക്കൊപ്പമുണ്ട്. C. രാധാകൃഷ്ണൻ, ഇതൊരു ചരിത്ര നിമിഷമാണ് ഇന്ത്യക്ക്. ഈ ദൗത്യം 2:43 വിക്ഷേപിക്കപ്പെട്ടാൽ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഒരു പുതിയ അധ്യായം കുറിക്കുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇനി ഈ ഘട്ടം കഴിഞ്ഞാൽ റിസ്കുകൾ ഉണ്ടോ ഈ വിക്ഷേപണത്തിന്? അങ്ങ് എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? സ്പേസിലേക്കുള്ള ഏത് വിക്ഷേപണത്തിനും റിസ്ക് അനിവാര്യമായ ഒരു ഘടകമാണ്. കാരണം സാധാരണഗതിയിൽ നമ്മൾ വിമാനത്തിലൊക്കെ പോകുമ്പോഴുള്ള റിസ്ക് പോലെ അല്ല ഇത്. വിമാനത്തിലൊക്കെ പോകുമ്പോൾ വരാവുന്ന എല്ലാ വീഴ്ചകൾക്കും ഫെയിൽ സേഫ് എന്ന് പറയുന്ന ഒരുപാട് ഉപാധികൾ ഉണ്ടാക്കി വെച്ചിരിക്കും. സ്പേസ് ക്രാഫ്റ്റില് അത്തരം ഫെയിൽ സേഫ് ഉപാധികൾക്ക് ഒരു പരിധിയുണ്ട്. കാരണം നമുക്ക് കൊണ്ടുപോകാവുന്ന ഭാരത്തിനും വഹിക്കാവുന്ന ബാക്കി ഉപകരണങ്ങളുടെ വലിപ്പത്തിനും ഒക്കെ അളവ് നിയമനിർണ്ണയം ഉള്ളതുകൊണ്ട് വളരെ കാര്യമായിട്ട് ഫെയിൽ സേഫ് ഉണ്ടായിരിക്കാൻ ഇടയില്ല. അതുകൊണ്ട് ഉപകരണങ്ങളൊക്കെ കൃത്യമായി പ്രവർത്തിക്കുകയും ഒന്നിനും ഒരു വീഴ്ചയും വരാതെ അവിടെ ചെന്ന് ചേരുകയും വേണം എന്നുള്ളത് ഒരു വലിയ റിസ്ക് തന്നെയാണ്. നമുക്ക് റിസ്ക് ഇല്ല എന്ന് പറയാൻ നിവൃത്തിയില്ല. ശാസ്ത്രജ്ഞന്മാരുടെ ആത്മവിശ്വാസം ഒരു നല്ല ലക്ഷണമാണ്. കാരണം അവരുടെ ഉപകരണങ്ങളിലും അവരുടെ സംവിധാനങ്ങളിലും ഒക്കെ അവർക്ക് അത്രയും വിശ്വാസമുണ്ട് എന്നാണല്ലോ വരുന്നത്. അത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു വലിയ കാര്യമാണ്. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാർക്ക് ഇത്രയും മനോധൈര്യവും ഇത്രയും ആത്മവിശ്വാസവും ഉണ്ടായിരിക്കുക എന്നുള്ളത് അഭൂതപൂർവമായ ഒരു കാര്യമാണ്. നമ്മൾ ഒരു മഹാനേട്ടത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതിനൊരു സംശയമില്ല. റിസ്ക് ഒന്നും ഇല്ലാതെ നമുക്ക് നമ്മുടെ ദൗത്യം പൂർത്തീകരിക്കാനാവും എന്നാണ് എന്റെയും മറ്റുള്ളവരുടെ പോലെ പ്രതീക്ഷ. കഴിഞ്ഞ തവണ ഈ ഇന്ധനം നിറയ്ക്കുന്ന നിമിഷം, കൗണ്ട് ഡൗൺ തുടങ്ങിയതിനു ശേഷം ഇന്ധനം നിറയ്ക്കുന്ന നിമിഷത്തിലുണ്ടായ ചോർച്ച ഒരു ആശങ്കയുണ്ടാക്കുകയും അത് കാരണം വിക്ഷേപണം മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അത്തരം ആശങ്കകളൊന്നും നിലവിലില്ല. അതായത് സ്പേസ് സെൻറ്ററിൽ നിന്ന് ഈ വിക്ഷേപണം നടക്കുന്ന ആദ്യഘട്ടത്തിൽ യാതൊരു സങ്കീർണതയും ഇപ്പോഴില്ല. പക്ഷേ ഇനി ബാക്കി നിൽക്കുന്നത് നമുക്ക് തീരെ പരിചയിച്ചിട്ടില്ലാത്ത, ഒരുപക്ഷെ ലോകത്ത് 4ാമത്തെ രാജ്യമായി നമ്മൾ പരീക്ഷിക്കാൻ പോകുന്ന സോഫ്റ്റ് ലാൻഡിംഗ് ആണ്. ആ സോഫ്റ്റ് ലാൻഡിങ്ങിനാകട്ടെ ഇന്ത്യയിൽ നിന്ന് കാര്യമായ നിയന്ത്രണം നടത്താനുള്ള സംവിധാനവുമില്ല. ഭൂമിയിൽ നിന്ന് ഈ ലാൻഡറിനെ ഇറക്കുന്നതോ അതിൻ്റെ വേഗത നിശ്ചയിക്കുന്നതോ കഴിയുകയുമില്ല. അതാണ് ഇപ്പോൾ ISRO ചെയർമാൻ പറഞ്ഞ ഭീകരമായ 15 മിനിറ്റുകൾ എന്നുള്ളത് വളരെ നിർണായകമാണ് എന്നുള്ളത്. ഇത് വിജയിച്ചാൽ നമ്മൾ അത്ഭുതം കാട്ടി എന്ന് പറയാം, അല്ലേ? ഈ സ്പേസിൽ വളരെ ദൂരെയുള്ള ഒരു നമ്മുടെ വാഹനവുമായി നമ്മൾ ബന്ധപ്പെടുന്നതിനുള്ള ഉപാധി ടെലിമെട്രി എന്നാണ് പറയുന്നത്. ഈ ടെലിമെട്രി എന്ന സാങ്കേതിക ശാസ്ത്ര വിഷയത്തില് ഇന്ത്യ ഇന്ന് ലോകത്തിലെ മറ്റു നാടുകൾക്ക് ഒപ്പമാണ് എന്നുള്ള കാര്യത്തിന് ആർക്കും ഒരു സംശയമില്ല. നമ്മുടെ ഇക്കഴിഞ്ഞ വിക്ഷേപണങ്ങളെ കൊണ്ട് തന്നെ നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. ഇത്രയേറെ ഉപഗ്രഹങ്ങൾ ഒന്നിച്ച് വിക്ഷേപിക്കാനും അവയൊക്കെ ഓരോന്നിനും അതിൻ്റെതായ മുൻകൂട്ടി നിശ്ചയിച്ച ഒഴുകിൽ കൊണ്ട് വയ്ക്കാനുമുള്ള കഴിവ് നമുക്കുണ്ടായി എന്നുള്ളത് ബന്ധം എന്നുള്ള വാർത്താവിനിമയ ബന്ധം, ഔട്ടർ സ്പേസിലുള്ള ഉപകരണവുമായി വാർത്താവിനിമയ ബന്ധം സ്ഥാപിക്കാനുള്ള നമ്മുടെ കഴിവിന്റെ തെളിവാണ്. സാധാരണഗതിയിൽ ചന്ദ്രനിലെത്തി വളരെ ദൂരമൊന്നുമില്ല എന്ന് നമുക്കറിയാം.
മറ്റ് സ്പേസ് വിവരങ്ങളെ സംബന്ധിച്ച് കണക്കാക്കുമ്പോൾ അവിടെ എത്തുന്ന ഒരു ഉപകരണത്തിലേക്ക് ഇവിടുന്ന് ഒരു സിഗ്നൽ അയച്ച് മറുപടി വന്ന് നമുക്ക് അതിന്റെ പുറത്ത് തീരുമാനമെടുത്ത് തിരിച്ച് ഒരു നിർദ്ദേശം കൊടുക്കാനുള്ള സമയം വളരെ പരിമിതമാകും എങ്കിലും നിർണായകമാകും. അതുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്. ഒരു പിഴവ് വന്നാൽ അത് തിരുത്താൻ കിട്ടുന്ന സമയം എത്ര കണ്ടുണ്ട്, തിരുത്താനുള്ള ഉപാധികളുടെ വേഗം എത്രയാണ് എന്നുള്ളതനുസരിച്ചിരിക്കും സ്പേസിലുള്ള ഒരു മനോവറിന്റെ വിജയം. ഒരു റോക്കറ്റ് അതിന്റെ ഗതിയിൽ നിന്ന് അല്പം വ്യതിചലിക്കുമ്പോൾ ആ വ്യതിചലനം എത്ര പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നു എന്നും അതിനുള്ള തിരുത്തൽ കമാൻഡ് എത്ര പെട്ടെന്ന് കൊടുക്കുന്നു എന്നും അവിടെ കിട്ടുന്ന ആ കമാൻഡ് എത്ര പെട്ടെന്ന് നടപ്പിലാക്കപ്പെടുന്നു എന്നുള്ളതുമാണ് ആ റോക്കറ്റ് അതിന്റെ വഴിയിലൂടെ പോകാനുള്ള ഏറ്റവും വലിയ സംവിധാനം. അതിലെവിടെയെങ്കിലും അല്പം പിശക് വന്നാൽ കുറച്ച് സമയം കൊണ്ട് ആ തെറ്റ് പെരുകി വരികയും തിരുത്താനാവാതെ വരികയും ചെയ്യും എന്നുള്ളതാണ്. മറ്റൊരു സവിശേഷത, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഇന്ധനം പൂജ്യത്തിന് എത്രയോ താഴെയുള്ള ഉഷ്ണാവസ്ഥയിലുള്ള ഇന്ധനമാണ്. അത് നിറയ്ക്കുന്നതിനും കൊണ്ടുപോകുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ഒക്കെ വളരെ വലിയ കഴിവുകളും വലിയ ആസൂത്രണങ്ങളും ആവശ്യമാണ്. അതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് തന്നെ നമ്മുടെ ഈ ദൗത്യത്തിന്റെ തയ്യാറെടുപ്പിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അതുകൊണ്ട് എനിക്ക് എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഈ ദൗത്യത്തെക്കുറിച്ച് വിജയത്തെക്കുറിച്ച് ഒരു സംശയമില്ല. ഞങ്ങളും ആ വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. കോടിക്കണക്കിന് ഭാരതീയരുടെ സ്വപ്നമാണ്, ശാസ്ത്രജ്ഞരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്, അവരുടെ ശാസ്ത്രചിന്തയുടെ ബഹിസ്ഫുരണമാണ് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലേക്ക് ചന്ദ്രയാൻ 2 അല്പസമയത്തിനകം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് പറഞ്ഞു വരും. നന്ദി ശ്രീ സി രാധാകൃഷ്ണൻ, ഈ ഒരു നല്ല നിമിഷത്തിൽ ഞങ്ങൾക്കൊപ്പം പങ്കുചേർന്നതിന്. നമുക്ക് നോക്കാം, ഈ ചരിത്ര നിമിഷമാകാൻ പോകുന്ന, ഒരുപക്ഷെ മുൻനിര ബഹിരാകാശ ഏജൻസികൾ പോലും നിരവധി തവണ പരാജയപ്പെട്ട ഒരു വലിയ ദൗത്യം ISRO ഏറ്റെടുത്തിരിക്കുന്നത് എന്താണെന്നും എന്താണ് അത് കൊണ്ടുവരാൻ പോകുന്ന നേട്ടങ്ങളെന്നും എങ്ങനെയാണ് ഇതൊരു അഭിമാന നിമിഷമാകുന്നതെന്നും നമുക്ക് പരിശോധിക്കാം. 24-ന്റെ ഓഗ്മെന്റഡ് റിയാലിറ്റിയിലൂടെ നമുക്ക് പരിചയപ്പെടാം GSLV Mark 3യും വിക്രമും ഒപ്പം റോവർ പ്രഗ്യാനും ഓർബിറ്റിനെയുമെല്ലാം. നോക്കാം, ഇപ്പോൾ ഇവിടെ നമ്മൾ GSLV Mark 3യെ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. GSLVയുടെ Mark 3 ISRO നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും അധികം സങ്കീർണമായതും വികസിതവുമായ ഒരു ലോഞ്ചർ വെഹിക്കിളാണ്. ഒരുപക്ഷെ ചന്ദ്രയാൻ 2വിനെ വഹിക്കാൻ പോകുന്ന ഈ ലോഞ്ചർ വെഹിക്കിൾ ലോകത്ത് ഇന്നേ വരെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വികസിതം എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും. അതും ചന്ദ്രയാൻ 1 നിർമ്മിച്ചതിൻ്റെ 10ാം വാർഷികത്തിലാണ് GSLV ശ്രേണിയിലെ ഏറ്റവും വികസിത റോക്കറ്റായ Mark 3 നമ്മൾ നിർമ്മിച്ചിരിക്കുന്നതും ഇനി ഏകദേശം 30 മിനിറ്റുകൾക്കുള്ളിൽ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിക്ഷേപിക്കപ്പെടാൻ പോകുന്നതും. നമുക്കിതിൻ്റെ പ്രത്യേകതകൾ നോക്കാം. അതിനു മുമ്പ് ചന്ദ്രയാൻ 1നെ കുറിച്ചുകൂടി പ്രേക്ഷകർ ഓർമ്മിച്ചെടുക്കണം. 11 വർഷം മുമ്പ് 2008 ഒക്ടോബർ മാസം 22-ാം തീയതിയാണ് ചന്ദ്രയാൻ 1ന്റെ വിക്ഷേപണം ഉണ്ടാവുന്നത്. മൂൺ ഇമ്പാക്ട് പ്രോബർ MIB എന്ന ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് ഇടിച്ചിറങ്ങിയ ഒരു ലാൻഡറുമായി പുറപ്പെട്ടത് അന്ന് PSLV ആയിരുന്നുവെങ്കിൽ ഇത് GSLV ശ്രേണിയിലെ ഏറ്റവും വികസിതമായിട്ടുള്ള ലോഞ്ചറാണ്. 3877 കിലോഗ്രാം ഭാരവാഹക ശേഷിയുള്ള ഈ റോക്കറ്റ് ലോഞ്ചർ ISROയുടെ ഫാറ്റ് ബോയ് എന്നറിയപ്പെടുന്നു. ഇതിൻ്റെ വലിപ്പം കൊണ്ട് മാത്രമല്ല, ഇവ വഹിക്കുന്ന ഉപകരണങ്ങളെ കൊണ്ടും അത് നൽകാൻ പോകുന്ന ഇന്ത്യയുടെ സാധ്യതയെ കൊണ്ടും ഇതിനെ ബാഹുബലി എന്നാണ് അറിയപ്പെടുന്നത്. 14 നില ഫ്ലാറ്റ് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. അത്രയും വരും ഇതിൻ്റെ ഉയരം. 3827 കിലോമീറ്റർ ഭാരം. ചന്ദ്രനിൽ വെള്ളവും ടൈറ്റാനിയവും കാൽസ്യവും മഗ്നീഷ്യവും ഒക്കെയാണ് ആദ്യകാലത്ത് ഈ 11 വർഷം മുമ്പ് ചന്ദ്രയാൻ 1 കണ്ടെത്താൻ ശ്രമിച്ചതെങ്കിൽ ചന്ദ്രയാൻ 2 വളരെ കൃത്യമായ മറ്റൊരു നിർണായക ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഹീലിയം 3യുടെ നിക്ഷേപം ചന്ദ്രന്റെ ഉപരിതലത്തിൽ എത്രയുണ്ട് എന്ന് അളക്കുക. ഈ GSLV Mark 3യിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഉപകരണത്തിലൊന്ന്, അതായത് റോവർ പ്രഗ്യാൻ, ചന്ദ്രന്റെ ഉപരിതലത്തിലുള്ള ഹീലിയത്തിന്റെ സാന്നിധ്യം അളക്കും. ഹീലിയം 3യുടെ സാന്നിധ്യം അളന്ന് പ്രഗ്യാൻ റോവർ ലാൻഡറായ വിക്രമിലേക്ക് മെസ്സേജുകൾ അയക്കും. വിക്രം ഒരു ചന്ദ്രദിനം അഥവാ 14 ഭൗമദിനമാണ് പ്രവർത്തിക്കുക. 14 ദിവസങ്ങൾ കൊണ്ട് ഈ കമ്മ്യൂണിക്കേഷൻ ബാംഗ്ലൂരിലുള്ള ഡീപ് സ്പേസ് നെറ്റ്വർക്കിലേക്ക് നൽകുകയും ചെയ്യും. ഹീലിയം 3യും ഈ GSLV Mark 3യുടെയും പ്രത്യേകത പ്രേക്ഷകർ ഒരിക്കൽ കൂടി മനസ്സിലാക്കണം. കാരണം ഇത് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് മനുഷ്യനെ ഇറക്കി സൂപ്പർ പവർ ആക്കാനുള്ള ഒരു ചന്ദ്രദൗത്യത്തെക്കാൾ ഉപരിയായി ഹീലിയം 3യുടെ നിക്ഷേപം വരാൻ പോകുന്ന ഇന്ത്യയുടെ ഊർജ പ്രതിസന്ധിയുടെ പരിഹാരം എന്ന നിലയിലാണ് ശാസ്ത്ര രാഷ്ട്രീയ ലോകം ഇതിനെ കാണുന്നത്.
1 ടണ്ണിന് $500 കോടി എന്നതാണ് ഇപ്പോൾ ഹീലിയം 3യുടെ വില. ചന്ദ്രന്റെ ഉപരിതലത്തിൽ മാത്രം 10 ലക്ഷം മെട്രിക് ടൺ ഹീലിയത്തിന്റെ നിക്ഷേപമുണ്ട് എന്നാണ് കണക്കിലാക്കപ്പെടുന്നത്. ഇതിന്റെ 25% ഭൂമിയിലെത്തിക്കാൻ സാധിച്ചാൽ, ഇന്ത്യയിലെത്തിക്കാൻ സാധിച്ചാൽ ശാസ്ത്രജ്ഞർക്ക് അതൊരു വലിയ നേട്ടമാവും. പക്ഷെ ഒരു പ്രതിസന്ധിയുള്ളത്, ഈ ഹീലിയം 3 ഇന്ധനമായി ഉപയോഗിക്കാൻ തക്കവണ്ണമുള്ള സാങ്കേതിക വിദ്യ ഇനിയും നമ്മൾ വികസിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അത് സാധ്യമാണ്. മൊത്തം ഈ GSLV Mark 3 വിക്ഷേപിക്കപ്പെടുമ്പോൾ ചന്ദ്രയാൻ 2വിന്റെ ദൗത്യം കൂടി പ്രേക്ഷകർ, അതിന്റെ വില കൂടി പ്രേക്ഷകർ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ചിലവ് എത്രയാണെന്ന്. 987 കോടി രൂപ ചിലവാണ് ഈ ചന്ദ്രയാൻ 2വിന് മൊത്തത്തിലുള്ളത്. നിക്ഷേപിക്കപ്പെടാൻ പോകുന്ന ഈ GSLV Mark 3 റോക്കറ്റും അതിനുള്ളിലുള്ള ഓർബിറ്റും അതിനുള്ളിലുള്ള വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറും അടക്കം മൊത്തം 987 കോടി രൂപയ്ക്ക് ഈ ചന്ദ്രയാൻ 2 ദൗത്യം പൂർത്തിയാവും. ഇത് ബഹിരാകാശ ഏജൻസികൾ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം 2014 ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഇന്റർസ്റ്റെല്ലാർ എന്ന സിനിമ പുറത്തിറങ്ങുമ്പോൾ ആ സിനിമയുടെ മൊത്തം ബഡ്ജറ്റ് 1062 കോടി രൂപ മാത്രമാണ്. അതായത് ഒരു സയൻസ് ഫിക്ഷൻ സിനിമയേക്കാൾ ചിലവ് കുറവാണ് GSLV Mark 3യുമായി പോകുന്ന ഈ ചന്ദ്രയാൻ 2 എന്ന ദൗത്യം. ഇനി ചന്ദ്രയാൻ 2വിന്റെ വിക്ഷേപണത്തെക്കുറിച്ചും അതിന്റെ വിക്ഷേപണ പാതയും നമുക്കൊന്ന് പരിചയപ്പെടാം. ചന്ദ്രനെ ഭ്രമണം ചെയ്യുന്ന ഓർബിറ്റർ, ചന്ദ്രോപരിതലത്തിലേക്ക് ഇറങ്ങുന്ന ലാൻഡർ, ചന്ദ്രനിൽ പരിവേഷണം നടത്തുന്ന റോവർ എന്നിവയാണ് ഈ പ്രധാനമായും GSLV Mark 3 വഹിക്കുന്നത്. മൊത്തം 4000 കിലോഗ്രാമിൽ താഴെ മാത്രം ഭാരം. ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള വിക്ഷേപണത്തിനു ശേഷം ചന്ദ്രന്റെ 100 കിലോമീറ്റർ മുകളിലുള്ള ഭ്രമണപഥത്തിലേക്ക് എത്തും. തുടർന്ന് റോവർ ഉൾപ്പെടെയുള്ള വിക്രം ലാൻഡർ മൊഡ്യൂൾ വിട്ടുമാറി ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് പറന്നിറങ്ങും. ഇതിനെയാണ് സോഫ്റ്റ് ലാൻഡിംഗ് എന്നറിയപ്പെടുന്നത്. ഇത് മറ്റൊരു പ്രത്യേകതയാണ്. അതായത് ഈ GSLV 3 വഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണമായ വിക്രം എന്ന ലാൻഡർ ചന്ദ്രന്റെ 100 കിലോമീറ്റർ മുകളിലേക്ക് എത്തുകയും അതിനുശേഷം ഈ ഓർബിറ്റിൽ നിന്ന് വേർപെട്ട് ചന്ദ്രനിലേക്ക് ഊർന്നിറങ്ങും. ഈ പ്രക്രിയ ഒരുപക്ഷെ ലോകത്ത് 3 രാഷ്ട്രങ്ങൾ മാത്രമേ നേടിയിട്ടുള്ളൂ. അതിലൊന്ന് അമേരിക്ക, മറ്റൊന്ന് റഷ്യ, മറ്റൊന്ന് ചൈന. 4ാമത്തെ രാജ്യമാണ് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന രാജ്യമായി തീരും ഇന്ത്യ. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനുശേഷം റോവർ 4 മണിക്കൂറിന് ശേഷം പുറത്തേക്ക് വരികയും ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ചന്ദ്രന്റെ ലാൻഡർ മൊഡ്യൂളിൽ നിന്ന് റോവർ വരികയും ചെയ്യും. നമുക്കിനി ഈ വിക്ഷേപണത്തിന്റെ പാത കൂടി ഒന്ന് പരിചയപ്പെടാം. അതിനുവേണ്ടി 24ന്റെ ഈ ഓഗ്മെന്റഡ് റിയാലിറ്റി സ്റ്റുഡിയോയിൽ ഒരുക്കിയിരിക്കുന്ന GSLV 3യുടെ മിനിയേച്ചറിനെ നമ്മൾ ബഹിരാകാശത്തേക്ക് വിടുകയാണ്, ചന്ദ്രനിലേക്ക് വിടുകയാണ്. ഇനി ഏകദേശം 23 മിനിറ്റുകൾ മാത്രമാണ് ചന്ദ്രയാൻ 2വിലെ വിക്ഷേപണത്തിന് അവശേഷിക്കുന്നത്. അതിനു മുൻപ് നമ്മൾ ചന്ദ്രയാൻ 2വിനെ ഓഗ്മെന്റഡ് റിയാലിറ്റിയിലൂടെ വിക്ഷേപിക്കാൻ പോകുന്നു. ചന്ദ്രയാൻ 2വിന്റെ പ്രധാനപ്പെട്ട ഈ വിക്ഷേപണ ദൗത്യം നമ്മൾ 24ൽ നിന്ന് വിക്ഷേപിക്കാൻ പോകുന്നു. കൗണ്ട് ഡൗൺ ബിഗിൻസ്. 3, 2, 1. ചന്ദ്രയാൻ 2വിനെ വഹിച്ചുകൊണ്ടുള്ള ചന്ദ്രയാൻ 2വിന്റെ പ്രധാനപ്പെട്ട ലോഞ്ചർ GSLV Mark 3 ചന്ദ്രോപരിതലത്തിലേക്ക് പുറപ്പെടുന്നതിന്റെ ഓഗ്മെന്റഡ് റിയാലിറ്റി ഗ്രാഫിക്സ് ഡിസ്പ്ലേ ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് പുറപ്പെടുന്ന GSLV Mark 3 ISR എന്നിവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും സങ്കീർണമായ, ഏറ്റവും വികസിതമായ ബാംഗ്ലൂരിലെ URO സാറ്റലൈറ്റ് സെന്ററിൽ വികസിപ്പിച്ചെടുത്ത 13 പേലോഡുകൾ വഹിക്കുന്ന ഈ GSLV Mark 3 ഹീലിയം 3 തേടിയുള്ള യാത്ര ആരംഭിക്കുന്നു ഞങ്ങളുടെ ഓഗ്മെന്റഡ് റിയാലിറ്റി ഗ്രാഫിക്സിൽ. ജിയോ സിൻക്രണൈസ്ഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ 4000 കിലോയിലധികം ഭാരവാഹക ശേഷിയുള്ള ഈ റോക്കറ്റിന് 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ. ആദ്യത്തെ ഘട്ടത്തിൽ ഈ കൂടെയുള്ള റോക്കറ്റുകൾ വേർപെട്ട് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക്, ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് പ്രവേശിച്ച് ലാൻഡിംഗ് ഓർബിറ്റിൽ നിന്ന് വിട്ടുമാറുന്നു. അതിനുശേഷം ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് മാറുന്ന രണ്ടാമത്തെ ബേൺ ഇഞ്ചക്ഷൻ എന്ന ഘട്ടം. ഈ ഘട്ടത്തിൽ ക്രയോജനിക് എഞ്ചിനായിരിക്കും പ്രവർത്തിക്കുക, ക്രയോജനിക് ഇന്ധനമായിരിക്കും പ്രവർത്തിക്കുക. ഇതാണ് ബേൺ ഇഞ്ചക്ഷൻ ഘട്ടം. ഇതിനുശേഷം ചന്ദ്രന്റെ ഓർബിറ്റിലേക്ക് പ്രവേശിക്കും. ചന്ദ്രന്റെ ഓർബിറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പേടകത്തിലെ ഓർബിറ്ററും ലാൻഡറും ബഹിരാകാശത്ത് അല്പസമയത്തിനകം ബന്ധം വിച്ഛേദിക്കും. ഓർബിറ്ററും ലാൻഡറും തമ്മിൽ ഇനി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി ഈ ലാൻഡർ ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് ഊർന്നിറങ്ങും.
വിച്ഛേദിപ്പിക്കപ്പെട്ടു പോയ ഓർബിറ്റർ 1 വർഷക്കാലം ചന്ദ്രന്റെ ഉപരിതലത്തിൽ ചന്ദ്രനെ ചുറ്റി സഞ്ചരിക്കും. ഇത് ചന്ദ്രന്റെ ഉപരിതലത്തിലുള്ള ചന്ദ്രന്റെ 100 കിലോമീറ്റർ മുകളിൽ നിന്നും ലാൻഡർ വിക്രം ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് ഊർന്നിറങ്ങുന്നത്. 940 കിലോഗ്രാം ഭാരമുള്ള ചന്ദ്രയാൻ 2വിന്റെ പ്രധാന ഭാഗം ആയുസ് ഒരു ചന്ദ്രദിനമാണ്. അതായത് 14 ദിവസങ്ങൾ. 14 ഭൗമ ദിവസങ്ങളാണ് ഒരു ചന്ദ്രദിനം. ബാംഗ്ലൂരിലെ നിയന്ത്രണ കേന്ദ്രമായ ഇന്ത്യൻ ഡീപ് സ്പേസ് നെറ്റ്വർക്കുമായിട്ടും നേരിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്ന ലാൻഡറിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഈ കുഞ്ഞൻ 6 വീലുകളുള്ള റോവറാണ് പ്രഗ്യാൻ പുറത്തേക്കിറങ്ങി. പ്രധാനമായും 25 കിലോഗ്രാം ഭാരമുള്ള പ്രഗ്യാനിൽ 2 പ്രധാനപ്പെട്ട ഉപകരണങ്ങളാണുള്ളത്. ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പും ആൽഫ പാർട്ടിക്കിൾ ഇൻഡ്യൂസ്ഡ് എക്സ്റേ സ്പെക്ട്രോസ്കോപ്പും. ചന്ദ്രയാൻ 1 റോവർ ഉണ്ടായിരുന്നില്ല എന്നത് ശ്രദ്ധിക്കണം. ഈ ലാൻഡർ വിക്രം ബാംഗ്ലൂരിലെ ഡീപ് സ്പേസ് സെന്ററുമായിട്ട് ആശയവിനിമയം നടത്തും. ഒപ്പം ഓർബിറ്റുമായും പ്രഗ്യാൻ റോവറുമായും ഈ ലാൻഡർ ആശയവിനിമയം നടത്തുന്നതിന്റെ ദൃശ്യം. ചന്ദ്രയാൻ 1 റോവർ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ റോവർ ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് ഇറങ്ങി 180 മുതൽ 200 മീറ്റർ വരെ സഞ്ചരിക്കും. 180 മുതൽ 200 മീറ്റർ. ഒരു ചന്ദ്രദിനം മാത്രം പ്രവർത്തിക്കാനുള്ള ഊർജ്ജശേഷി മാത്രമേ ഉള്ളൂ. ചന്ദ്രന്റെ ഉപരിതല ഘടനയെക്കുറിച്ച് ആഴത്തിൽ പഠനം നടത്തുകയും ചെയ്യും. ഇതാണ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഹീലിയം 3യുടെ സാന്നിധ്യം അളക്കാൻ സഹായിക്കുന്ന ലാൻഡറും റോവറും. ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യത്തിന്റെ പൊൻതൂവലായി മാറുകയാണ് ഈ പ്രഗ്യാനും വിക്രം ലാൻഡറും ഓർബിറ്റും. ഇനി മിനിറ്റുകൾ മാത്രം അവശേഷിക്കുന്നു ഈ ദൗത്യത്തിന്. മിനിറ്റുകൾ മാത്രം അവശേഷിക്കുന്നു ചന്ദ്രയാൻ 2വിന്റെ വിക്ഷേപണത്തിന്. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന്, ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ചന്ദ്രയാൻ 2വിന്റെ വിക്ഷേപണ ദൗത്യത്തിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് വിക്ഷേപണം നടത്തേണ്ടിയിരുന്ന ചന്ദ്രയാൻ 2വിന്റെ വിക്ഷേപണം ഹീലിയം ചോർച്ചയെ തുടർന്ന് മാറ്റിവെച്ചുവെങ്കിലും ആകാശത്ത് നഷ്ടപ്പെടുമായിരുന്ന ദിവസം ഭൂമിയിൽ ക്രമീകരിക്കുകയാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതാണ് ചാന്ദ്രദൗത്യം, ചന്ദ്രയാൻ 2. ചന്ദ്രയാൻ 2വിന് ഇനി മിനിറ്റുകൾ മാത്രമാണ് വിക്ഷേപണത്തിന് അവശേഷിക്കുന്നത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി പ്രദീപ് അല്പസമയത്തിനകം ചേരും. ഒപ്പം നമ്പിനാരായണൻ അടക്കമുള്ളവർ നമുക്കൊപ്പം തത്സമയം ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യും. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ GSLV Mark 3 ലോഞ്ചിങ്ങിന് തയ്യാറായി നിൽക്കുന്നു. കഴിഞ്ഞ തവണ 56 മിനിറ്റ് കൗണ്ട് ഡൗണിൽ അവശേഷിക്കവെയാണ് സാറ്റലൈറ്റിന്റെ ഈ വിക്ഷേപണം, ഈ GSLV Mark 3യുടെ വിക്ഷേപണം നീട്ടിവെച്ചത്. ഇപ്പോൾ അവസാനഘട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ഇസ്രോയുടെ പ്രത്യേക സംപ്രേഷണം പ്രേക്ഷകർക്ക് കാണാം. അവിടെ ശാസ്ത്രജ്ഞർ എല്ലാവരും തന്നെ അവസാനഘട്ട തയ്യാറെടുപ്പുകളിലേക്ക് മുഴുകുകയാണ്. നിലവിൽ എല്ലാത്തരം പരീക്ഷണങ്ങളും ദ്രവീകൃത ഇന്ധനം നിറച്ചു കഴിഞ്ഞു. കഴിഞ്ഞ തവണ ഈ ഘട്ടത്തിലാണ് ചെറിയ സാങ്കേതിക തടസ്സമുണ്ടാകുന്നതും സാങ്കേതിക തകരാർ പരിഹരിച്ച് 7 ദിവസങ്ങൾക്ക് ശേഷം ചന്ദ്രനിലിറങ്ങുന്ന ദിവസം മാറാതെ സമയക്രമം മെച്ചപ്പെടുത്തി വീണ്ടും ക്രമപ്പെടുത്തിയതിനു ശേഷം കൗണ്ട് ഡൗൺ അന്തിമഘട്ടത്തിലേക്ക് പോകുന്നു. പ്രദീപ് ചേരുന്നു മീഡിയ റൂമിൽ നിന്ന്. സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ മീഡിയ റൂമിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി പ്രദീപ് ചേരുന്നു. പ്രദീപ്, അവസാനഘട്ട ഒരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ, നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന ദൃശ്യങ്ങൾ പങ്കുവെക്കൂ. ഹലോ അരുൺ, കേൾക്കാമോ? അവസാനഘട്ട തയ്യാറെടുപ്പുകൾ, ദൃശ്യങ്ങൾ, അങ്ങേക്ക് ഈ മീഡിയ സെന്ററിൽ ഇരുന്ന് കാണാൻ കഴിയുന്ന കാഴ്ചകൾ പങ്കുവെക്കൂ. അരുൺ, ഇപ്പോൾ ഏകദേശം എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. എല്ലാവരും ഇവിടെ ഇപ്പോൾ മീഡിയ റൂമിന്റെ മുകളിൽ മാധ്യമങ്ങളെല്ലാം സജ്ജരായി കഴിഞ്ഞു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ദൂരെ കാണുന്ന അക്കേഷ്യ മരങ്ങൾ, അതോടൊപ്പം യൂക്കാലിപ്റ്റസ് മരങ്ങളാൽ നമുക്ക് അതിന്റെ നേരിട്ടുള്ള ദൃശ്യം നഗ്ന നേത്രങ്ങളാൽ കാണാൻ സാധിക്കില്ലെങ്കിലും പറന്നുയരുന്നത് അല്പസമയത്തിനകം 2:43 ചന്ദ്രയാൻ 2 ദൗത്യവുമായി GSLV Mark 3 റോക്കറ്റ് പറന്നുയരുന്നത് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു തടസ്സവുമില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഒന്ന് പറയാൻ സാധിക്കുന്നത്. ഇതിനുശേഷം ISRO ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. 16 മിനിറ്റാണ് ഈ ദൗത്യത്തിന്റെ ആദ്യഘട്ടം പൂർത്തീകരിക്കാൻ വേണ്ടത്. ഈ 16 മിനിറ്റിനകം തന്നെ ചന്ദ്രയാൻ ദൗത്യത്തിന്റെ ആദ്യഘട്ടം, അതായത് GSLV Mark 3 റോക്കറ്റ്, നമ്മുടെ പേടകങ്ങളും വഹിച്ചുകൊണ്ടുള്ള GSLV Mark 3 റോക്കറ്റ് ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തും.
ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തുന്നതോടുകൂടി ഈ ജയന്റ് റോക്കറ്റിന്റെ ആദ്യ ദൗത്യം പൂർത്തീകൃതമാവുകയാണ്. അതിനുശേഷമായിരിക്കും ISRO ചെയർമാൻ ഉൾപ്പെടെ ശാസ്ത്രജ്ഞർ മാധ്യമങ്ങളോട് അതിന്റെ വിവരങ്ങൾ ആദ്യഘട്ടം പൂർത്തിയായതിനു ശേഷമായിരിക്കും വിശദീകരിക്കുക. അരുൺ, അതായത് ആ വിക്ഷേപിച്ചു കഴിഞ്ഞ് 16 മിനിറ്റുകൾക്ക് ശേഷമായിരിക്കും ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരം ISRO മാധ്യമങ്ങൾക്ക് നൽകുക. അതോടുകൂടി ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തിയാൽ ആദ്യത്തെ ഘട്ടം പൂർത്തിയാവും. ഇതിനെ എർത്ത് ലാൻഡിംഗ് ആയിട്ടുള്ള ഓർബിറ്റ് എന്നാണ് വിശേഷിപ്പിക്കുക. അതിനുശേഷം രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് എത്ര സമയമെടുക്കും പ്രദീപ്? ഇതിന്റെ ഓരോ ഘട്ടത്തിലുമായിട്ടായിരിക്കുമോ ISROയുടെ പ്രതിനിധികൾ മാധ്യമങ്ങൾക്ക് വിവരം നൽകുക? രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് 23 ദിവസം നീണ്ടു നിൽക്കുന്നതാണ്. രണ്ടാമത്തെ ഘട്ടം ആദ്യം നമ്മൾ ആദ്യത്തെ ചന്ദ്രയാൻ 2ന്റെ ആദ്യ വിക്ഷേപണ ദിവസം പ്ലാൻ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി 6 ദിവസം കൂടുതൽ രണ്ടാം ഘട്ടത്തിനുണ്ട്. അതായത് 17 ദിവസമായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. അതായത് ഭൂമിയുടെ ഭ്രമണപഥത്തിന് ചുറ്റും ഓർബിറ്റർ കറങ്ങുന്നതും പതുക്കെ അത് അപ്ലിഫ്റ്റ് ചെയ്ത് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിക്കാനുള്ള സമയവും ആ സമയത്തിൽ കുറച്ച് ദൈർഘ്യം കൂട്ടുകയും അതേസമയം ഓർബിറ്റർ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്നതിന് ശേഷം ചന്ദ്രന് ചുറ്റും കറങ്ങുന്ന ദിവസങ്ങളിൽ അഡ്ജസ്റ്റ്മെന്റ് വരുത്തിയുമാണ് കൃത്യം 47 ദിവസം തന്നെയാണ്. നമുക്കറിയാം സെപ്റ്റംബർ 6-ാം തീയതി അർദ്ധരാത്രിക്ക് ശേഷമോ സെപ്റ്റംബർ 7-ാം തീയതി പുലർച്ചെയോ ചന്ദ്ര ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് നമ്മുടെ റോവർ ഈ ചന്ദ്രനിലേക്ക് കാലുകുത്തും, ചന്ദ്രനിലേക്ക് ഇറങ്ങും. അതാണ് അതിന്റെ ഒരു ഈ കാൽക്കുലേഷൻ. അതേസമയം ഈ 23 ദിവസത്തെ സൂക്ഷ്മ നിരീക്ഷണം എല്ലാം ഓർബിറ്ററിൽ നിന്ന് നമുക്ക് കൃത്യമായി ബാംഗ്ലൂരിലുള്ള ISROയുടെ കേന്ദ്രത്തിൽ തിരിച്ചു വരാം പ്രദീപ. റഷ്യയുടെ ലൂണയ്ക്കും അമേരിക്കയുടെ സർവേയർക്കും US-ന്റെ ചൈനയുടെ ചാങ്ങിക്കും ശേഷം ഇന്ത്യയുടെ ചന്ദ്രയാൻ 2 ദൗത്യം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലേക്ക് ഊർന്നിറങ്ങാൻ ഇനി മിനിറ്റുകൾ മാത്രം വിക്ഷേപണത്തിന് ബാക്കി നിൽക്കുന്നു. ചന്ദ്രയാൻ 2 ദൗത്യവും തത്സമയ സംപ്രേഷണം പ്രേക്ഷകരിലേക്ക് വളരെ പെട്ടെന്ന് ദൃശ്യങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇന്നത്തെ വാർത്താ ദിനം co-sponsored by Brights of India from Malabar Gold and Diamonds. The hot meal strikes again. We star men. Nucleus. Live life. Builder. Hotelier. Designer. സ്വർണ്ണ ഡയമണ്ട് ആഭരണങ്ങൾ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാനുള്ള അവസരം ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഡോക്ടർ എന്തെങ്കിലും ഒന്ന് പറയൂ. ഈ സുസുക്കി ആക്സസ് 125 എന്താ ഇത്രയും പെർഫെക്റ്റ്? കുറച്ചേ കുടിക്കൂ. കേട്ടോ രമേശ്? പവർഫുൾ 125cc എഞ്ചിൻ, സുപ്പീരിയർ മൈലേജ്. സുസുക്കി ആക്സസ് 125 കുറച്ചേ കുടിക്കൂ. ലേറ്റ് ആവില്ലല്ലോ? ഫ്ലവേഴ്സ് വാങ്ങാൻ മറക്കണ്ട. മറന്നല്ലേ? താങ്ക് യു. ഹേ ഗൈസ്, ഇത് കണ്ടോ? നല്ല ഭംഗിയുള്ള പൂക്കൾ. ഫോർ മൈ ബ്യൂട്ടിഫുൾ വൈഫ്. ഹാപ്പി ബർത്ത്ഡേ. ഏലിയം കളക്ഷൻ ഫ്രം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. താങ്ക് യു. പൂ പോലെ വിരിയും അഴക്. ഇന്നത്തെ വാർത്താ ദിനം co-sponsored by Brights of India from Malabar Gold and Diamonds. The hot meal strikes again. We star men. Nucleus. Live life. Builder. Hotelier. Designer. സ്വർണ്ണ ഡയമണ്ട് ആഭരണങ്ങൾ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാനുള്ള അവസരം ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ചന്ദ്രയാൻ 2 ചരിത്ര ദൗത്യത്തിന് ഇനി അവശേഷിക്കുന്നത് 12 മിനിറ്റുകൾ മാത്രമാണ്. നിർണായകമായ 12 മിനിറ്റുകൾ. അതിനുശേഷം ചന്ദ്രയാൻ 2 അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും ശേഷം സോഫ്റ്റ് ലാൻഡിംഗ് നടത്താൻ പര്യാപ്തമായ വിധത്തിൽ ചന്ദ്രനിലേക്ക് ദൗത്യം പുറപ്പെടുന്ന 4ാമത്തെ രാജ്യമായി തീരാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. 12 മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുന്നു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് 24ന്റെ പ്രതിനിധി പ്രദീപും ഞങ്ങളുടെ വാർത്താ സംഘമുണ്ട്. ഇപ്പോൾ മീഡിയ റൂമിൽ ഇരുന്ന് പ്രദീപിനെ കാണാൻ കഴിയുന്ന കാഴ്ചകൾ കൂടി പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കാം. ഈ കാണുന്ന ഇസ്രോയുടെ ഇന്നേ വരെ വികസിപ്പിച്ചതിൽ വെച്ച് ഏറ്റവും വികസിതമായ ജിയോ സിൻക്രണൈസ്ഡ് സാറ്റലൈറ്റ് ലോഞ്ചർ വെഹിക്കിളാണ് GSLV Mark 3. അവസാനഘട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ശാസ്ത്രജ്ഞന്മാരടക്കം ഇനി 11 മിനിറ്റ് മാത്രം അവശേഷിക്കുന്ന GSLV Mark 3യുടെ വിക്ഷേപണത്തിന് വേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ തവണ 7 ദിവസങ്ങൾക്ക് മുമ്പ് വിക്ഷേപണ സമയത്തുണ്ടായിരുന്ന സാങ്കേതിക തകരാർ പൂർണ്ണമായും പരിഹരിച്ചതിന് ശേഷം ഇപ്പോൾ രണ്ടാമത്തെ വിക്ഷേപണത്തറയിൽ നിന്ന് GSLV Mark 3 വിക്ഷേപണത്തിനായി ഒരുങ്ങുന്നതിന് തത്സമയ ദൃശ്യങ്ങൾ ISRO ചെയർമാൻ ശ്രീ ശിവൻ അടക്കമുള്ളവരെല്ലാവരും ഇപ്പോൾ സന്നിഹിതരായിരിക്കുന്നു. പ്രമുഖരെല്ലാവരുമുണ്ട്. എന്നാൽ പ്രസിഡന്റും പ്രധാനമന്ത്രിയും പങ്കെടുക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രദീപ്, ഈ വിക്ഷേപണത്തിന് സാക്ഷ്യം വഹിക്കാൻ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും എത്തുന്നില്ലെങ്കിലും മറ്റു രാഷ്ട്രീയ പ്രമുഖരാരെങ്കിലും
എത്തുന്നുണ്ടോ? കേന്ദ്ര ക്യാബിനറ്റിലെ അംഗങ്ങൾ ആരെങ്കിലും സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ എത്തിയിട്ടുണ്ടോ? മറ്റു VIP-കൾ ആരെങ്കിലും അവിടെ എത്തിയിട്ടുണ്ടോ? നമുക്കതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണകളുണ്ടോ? അവസാനഘട്ട തയ്യാറെടുപ്പുകളുടെ കാഴ്ചകൾ മീഡിയ റൂമിൽ നിന്ന് എന്താണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുക? മാത്രമല്ല, സാധാരണഗതിയിൽ ഇത് ഒരു ഇത്തരം വിക്ഷേപണങ്ങൾ നടക്കുമ്പോൾ അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഇല്ലതാനും, എങ്കിലും താല്പര്യം കൊണ്ട് ഇന്ത്യയുടെ ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും എല്ലാം പങ്കെടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഈ ISROയിലെ ശാസ്ത്രജ്ഞരും വെച്ചു പുലർത്തിയിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ഇവിടെ ഈ അത്തരം VVIPകളൊന്നും ഉള്ളതായിട്ട് നമുക്ക് ഒഫീഷ്യലി ഔദ്യോഗികമായി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അരുൺ. പ്രദീപ, ഇപ്പോൾ അവസാനഘട്ട തയ്യാറെടുപ്പ് എന്തൊക്കെ ഒരുക്കങ്ങൾ? വളരെ ഒരു സങ്കീർണമായ പ്രശ്നങ്ങളൊന്നും തന്നെ നിലവിൽ ഈ വിക്ഷേപണത്തിന്റെ ഈ ഘട്ടത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എല്ലാ സാങ്കേതിക തകരാറുകളും പരിഹരിച്ച് ശുഭാപ്തി വിശ്വാസത്തിലാണ് ISROയുടെ ടീമുകൾ ഉള്ളത്. ഇനി 10 മിനിറ്റിൽ താഴെ മാത്രമേ വിക്ഷേപണത്തിനുള്ളൂ. വിക്ഷേപണത്തിന് പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞു. എന്തെങ്കിലും അറിയിപ്പുകൾ ഇപ്പോൾ മീഡിയ റൂമിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? വിസിറ്റേഴ്സ് ഗാലറിയിൽ പ്രമുഖരുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അവരുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. എന്താണ് പ്രദീപ് ഈ വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിൽ നമുക്ക് മീഡിയ റൂമിൽ കാണാൻ കഴിയുന്ന കാഴ്ചകൾ? അരുൺ, ഇപ്പോൾ അനൗൺസ്മെന്റ് 9 minutes 9 മിനിറ്റ് മാത്രമാണ് ഈ വിക്ഷേപണത്തിന് ഇനി ശേഷിക്കുന്നത്. ആ അനൗൺസ്മെന്റ്, ആ പ്രഖ്യാപനം ഇവിടെ വന്നു കഴിഞ്ഞു. ഇന്ത്യ മൊത്തം ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന നിമിഷങ്ങളിലേക്കാണ് കടക്കുന്നത്. ശ്രീഹരിക്കോട്ടയിലെ ലോഞ്ച് പാഡിൽ ഇപ്പോൾ അഗ്നി പടർത്തിക്കൊണ്ട് GSLV റോക്കറ്റ് ചന്ദ്രയാൻ 2 ദൗത്യമായി പറന്നു പോകുന്ന നിമിഷത്തിനായി നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുകയാണ്. ഇന്ത്യയുടെ ഒരു പരിച്ഛേദം തന്നെ. ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഒന്നടങ്കം ഇപ്പോൾ ഈ ISROയിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ മീഡിയ സെന്ററിന്റെ റൂഫിൽ, അതായത് ഏറ്റവും ടെറസിൽ 100 കണക്കിന് മാധ്യമ പ്രവർത്തകർ ഇവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. തത്സമയ സംപ്രേഷണവുമായി നമ്മളും ഒപ്പമുണ്ട്. അരുൺ. പ്രദീപ, നിലവിൽ ഈ വിക്ഷേപണ തറയിൽ നിന്ന് എത്ര ദൂരെയാണ് ഈ നമ്മുടെ ഈ മീഡിയ റൂം നിൽക്കുന്നത്? നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ ISROയുടെ അംഗീകൃത ഏജൻസികൾ മാത്രം, ദൂരദർശൻ അടക്കമുള്ളവർ മാത്രം പകർത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് മീഡിയ റൂമിൽ കാണാൻ സാധിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഓരോ ഘട്ടവും എത്ര വരെ ദൃശ്യം നമുക്കിവിടെ വ്യക്തമാവും? മീഡിയ റൂമിൽ ഈ ചന്ദ്രയാൻ 2വിന്റെ GSLV Mark 3യുടെ വിക്ഷേപണ പാത പ്രദർശിപ്പിച്ചിട്ടുണ്ടോ? നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുമോ ഓരോ ഘട്ടവും? നമുക്ക് ഇവിടെ മൊബൈൽ ജാമർ തുടങ്ങിയ സാങ്കേതിക സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയതിനാൽ ഓപ്റ്റിക് ഫൈബർ കേബിളോ അല്ലെങ്കിൽ OB വാൻ ഉള്ള നാഷണൽ ഏജൻസികൾക്ക് മാത്രമാണ് തത്സമയം ഈ ദൃശ്യങ്ങൾ നൽകാൻ സാധിക്കുന്നത്. ദൂരദർശൻ കേന്ദ്രം അതിന്റെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പല കേന്ദ്രങ്ങളിൽ നിന്നായി ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും നമുക്ക് ലൈവ് വ്യൂ കവർ ആവുന്നതോടുകൂടി നമ്മളും ഇവിടെ എല്ലാ മാധ്യമങ്ങളും ഇവിടെ തയ്യാറായിട്ടുണ്ട്. മാത്രമല്ല, ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ വളരെ അടുത്താണ്. അതായത് ഈ വിക്ഷേപണ തറയിൽ നിന്ന് കേവലം 350 മീറ്റർ ദൂരെയാണ് നമ്മൾ നിൽക്കുന്നത്. എങ്കിൽ പോലും നഗ്ന നേത്രങ്ങളാൽ ദൃശ്യം ആവാൻ സാധിക്കില്ല. കാരണം അക്കേഷ്യ മരങ്ങളും അതോടൊപ്പം യൂക്കാലിപ്റ്റസ് മരങ്ങളും കൊണ്ട് മറഞ്ഞിരിക്കുകയാണ്. ക്യാമറ കണ്ണുകൾക്കും ഇപ്പോൾ അതിന്റെ ലാൻഡിംഗ് സ്പോട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് സാധിക്കില്ല. പക്ഷെ ഉയർന്നു പോകുമ്പോൾ ശബ്ദമുഖരിതമായിരിക്കും. നമുക്ക് ആ ദൃശ്യങ്ങൾ കൃത്യമായി മുകളിലേക്ക് പറന്നുയരുന്ന ഈ അതായത് നമുക്കിപ്പോ മീഡിയ റൂമിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് ഈ ലോഞ്ച് പാഡ് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കില്ല. ലോഞ്ച് പാഡിൽ നിന്ന് ഇത് കത്തിജ്വലിച്ച് പറന്നുയരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ മീഡിയ റൂമിൽ നിന്ന് നമുക്ക് നേരിട്ടത് കാണാൻ സാധിക്കില്ല എന്നാണ്. അതെ, മീഡിയ റൂമിൽ എന്ന് മാത്രമല്ല, നമ്മൾ മീഡിയ റൂമിന് മുകളിലുള്ള ടെറസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ടെറസിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്, അതിനുള്ള സംവിധാനമാണ് ISRO അധികൃതർ നമുക്ക് വേണ്ടി, മാധ്യമങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റ് ഔദ്യോഗികമായി നൽകുന്ന പ്രദീപ്, നിലവിൽ 14 നിലകളുള്ള ഒരു വലിയ ഫ്ളാറ്റിന്റെ അത്ര ഉയരമുണ്ട് ഈ GSLV Mark 3 എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ മുൻപ് നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇനി 6 മിനിറ്റ് മാത്രമാണ് സമയമുള്ളത്. കൗണ്ട് ഡൗൺ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം. ISROയുടെ വിക്ഷേപണ തറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അവിടെ നിന്നുമുള്ള ഏറ്റവും ക്ലോസ് ഷോട്ടുകൾ ISROയുടെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ. പ്രതിഭ, നമുക്കതിന്റെ മുൻപ് കാണാൻ സാധിക്കുന്നുണ്ടോ? ഒരു ദൃശ്യം മാത്രം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. മാത്രമല്ല, ഒരു കാര്യങ്ങൾ പറയാൻ വിട്ടുപോയ ചില കാര്യങ്ങൾ, ഈ ദൗത്യവുമായി സഹകരിക്കുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, നാസയുടെ തന്നെ പ്രതിനിധികൾ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം ഇത് വളരെ ആകാംക്ഷപൂർവ്വമാണ് നോക്കിക്കാണുന്നത്. നഗ്ന നേത്രങ്ങളിൽ നമുക്ക് പൂർണ്ണമായി കാണാൻ സാധിക്കില്ലെങ്കിലും 5 നിമിഷങ്ങൾക്കകം, 5 മിനിറ്റിനകം ഇത് ഉയർന്നു പോകുകയും ഈ ഉയർന്നു പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും. മാത്രമല്ല, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മീഡിയ റൂമിന് നേരെ എതിർവശത്തായി ISROയുടെ ഒരു ഗാലറി, 5000-ലധികം ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യമുള്ള ഒരു ഗാലറി, ആയിരക്കണക്കിന് ജനങ്ങളാണ് അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും വേണ്ടി വലിയ സ്ക്രീനിലാണ് ഇത് കാണിക്കുന്നത്. എങ്കിലും ആ സ്ക്രീനിന് പുറത്ത് ഇത് ഉയർന്നു പോകുന്ന കാഴ്ച കാണുക, അത് തത്സമയം കാണാനുള്ള അത്യപൂർവമായിട്ടുള്ള ആ അവസരം
വിനിയോഗിക്കാനായി ഒരുപാട് പേർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ ശ്രീഹരിക്കോട്ടയിൽ എത്തിയിട്ടുണ്ട്. അരുൺ, GSLV മാർക്ക് 3 വിക്ഷേപിക്കാൻ ഇനി 5 മിനിറ്റിൽ താഴെ മാത്ര സമയമാണുള്ളത്. ISROയുടെ സ്വപ്ന പദ്ധതി, ഇന്ത്യയുടെ സ്വപ്ന പദ്ധതി, ലോകത്ത് സോഫ്റ്റ് ലാൻഡിംഗ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ നടത്തുന്ന 4ാമത്തെ രാജ്യമായി തീരുന്ന ഒരു ദൗത്യത്തിന് ഇനി വെറും 4 മിനിറ്റ് മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. അവസാനഘട്ട തയ്യാറെടുപ്പുകളിലാണ് ഇപ്പോൾ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ ശാസ്ത്രലോകം. കാഴ്ചയ്ക്ക് വേണ്ടി 5000-ലധികം ആളുകൾ അവിടെ ഗാലറിയിൽ എത്തിയിട്ടുണ്ട്. മീഡിയ റൂമിൽ നിന്നുള്ള തത്സമയ വിവരണമാണ് ഞങ്ങളുടെ പ്രതിനിധി യു പ്രദീപ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വളരെ ചുരുങ്ങിയ സമയം, ഇനി 4 മിനിറ്റിൽ താഴെ, 3 മിനിറ്റോളമേ ഇനി ബാക്കിയുള്ളൂ. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യഘട്ടത്തിൽ 2:43 ജ്വലിച്ചു തുടങ്ങും എന്നാണ്. ആ ജ്വലനം തുടങ്ങി എത്ര സമയം കൊണ്ടാണ് ഇത് ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങുക പ്രദീപ്? അരുൺ, ഇപ്പോൾ -4 മിനിറ്റ് എന്നുള്ള പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. ഇത് ജ്വലനം തുടങ്ങിയാൽ, അതായത് കൗണ്ട് ഡൗൺ 0-ൽ എത്തിക്കഴിഞ്ഞാൽ ജ്വലിച്ച് സെക്കൻഡുകൾക്കകം ഇത് പറന്നുയരുകയും 16 മിനിറ്റിനകം 39,000-ലധികം കിലോമീറ്റർ സഞ്ചരിച്ച് ഈ ചന്ദ്രയാൻ 2, അതായത് മാർക്ക് 3 റോക്കറ്റ് ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തും. അതാണ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ അത് കാണാൻ സാധിക്കും. അതായത് ഇത് ഉയർന്നു പോകുന്നതും 16 മിനിറ്റോളം ഇതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് നഗ്നനേത്രങ്ങളാൽ കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് ISRO വൃത്തങ്ങൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതോടുകൂടിയാണ് ഇതിന്റെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാകുന്നത്. അരുൺ, ഇപ്പോൾ ചില അനൗൺസ്മെന്റുകൾ കൂടി മീഡിയ റൂമിൽ വരുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 3 മിനിറ്റിൽ താഴെ മാത്രമേ ഇനിയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ISRO ചെയർമാൻ അടക്കമുള്ളവർ ഇപ്പോൾ സന്നിഹിതരായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ ആത്മവിശ്വാസമുണ്ട് എല്ലാവർക്കും. എല്ലാ ഘട്ടത്തിലും ഉള്ളതുപോലെ തന്നെ അവർക്ക് ഈ ഉപകരണങ്ങളിലും അവരുടെ ശാസ്ത്ര നേട്ടത്തിലും ആത്മവിശ്വാസവുമായി ശാസ്ത്രജ്ഞരിക്കുന്നു. പ്രദീപ, നിലവിൽ ചില പ്രമുഖർ കൂടി അവിടെ എത്തുന്ന തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മീഡിയ റൂമിൽ എല്ലാ മാധ്യമ പ്രതിനിധികളുമുണ്ട്. വിദേശ മാധ്യമങ്ങളും അവിടെ ഉണ്ടോ? വിദേശ മാധ്യമങ്ങളുടെ സാന്നിധ്യം വളരെ കുറവാണെങ്കിലും ഇല്ല എന്ന് തീർത്ത് പറയാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ ഇത് തീർച്ചയായും ഇന്ത്യയുടെ ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് എന്നതിനകത്ത് ലോകം തന്നെ ഏറെ പ്രതീക്ഷയോടെ നോക്കി കാണുന്ന ISROയുടെ ഈ ദൗത്യത്തെ ലോകം, അതായത് നമുക്കറിയാം BBC ഉൾപ്പെടെയുള്ള രാജ്യാന്തര മാധ്യമങ്ങൾ കഴിഞ്ഞ 2 ദിവസമായി ഈ ചാന്ദ്ര ദൗത്യത്തെ കുറിച്ച് തന്നെയാണ് ഏറ്റവും അധികം വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ബഹിരാകാശ വിപണിയിൽ ചെലവ് കുറഞ്ഞ സേവനങ്ങൾക്ക് പേരുകെട്ടതാണ് ISROയുടെ ഈ ദൗത്യം. ഇത് വിജയിച്ചാൽ മറ്റ് രാജ്യങ്ങൾക്കെല്ലാം ഇതൊരു മാതൃകയാവുകയും അവർക്കും ഇതിനെ ഫോളോ ചെയ്യേണ്ടി വരും എന്നുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഇതൊരു ഇന്റർനാഷണൽ പ്രോജക്റ്റ് ആണ്. ഇത് ഇന്ത്യയുടെ മാത്രം പ്രോജക്റ്റ് ആയിട്ട് ഒരു ലോക രാജ്യങ്ങളും കാണുന്നില്ല. നാസ ഉൾപ്പെടെ ഇനി 2 മിനിറ്റ് സമയമാണ് അവശേഷിക്കുന്നത് എന്ന് തോന്നുന്നു. കൗണ്ട് ഡൗൺ 2 മിനിറ്റിലേക്ക് ചുരുങ്ങുന്നു. ISRO ഇന്നേ വരെ നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സങ്കീർണവും ഏറ്റവും അഭിമാനാർഹവുമായ ഒരു നിമിഷത്തിലേക്ക് നമ്മൾ പോകുന്നു. ISROയുടെ മുൻ പ്രതിനിധികൾ, ISROയുടെ മുൻ ഭാരവാഹികൾ എല്ലാവരും തന്നെ ഇപ്പോൾ ഈ അഭിമാന നിമിഷത്തിന് വേണ്ടി, കാഴ്ചയ്ക്ക് വേണ്ടി ഇരിക്കുന്നു. ഇതാണ് ഈ വിൻഡോയിലായിരിക്കും ചന്ദ്രദൗത്യത്തിന്റെ തുടക്കം, വിക്ഷേപണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. 1 മിനിറ്റും 52 സെക്കൻഡുമാണ് ഇനി അവശേഷിക്കുന്നത്. അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ISRO ഇതുവരെ നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സങ്കീർണവും ബഹിരാകാശ ഏജൻസികൾ, മറ്റു രാജ്യങ്ങളിലെ ബഹിരാകാശ ഏജൻസികൾ പോലും അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുന്നതുമായ മാർക്ക് 3യുടെ വിക്ഷേപണം 1 മിനിറ്റും 37 സെക്കൻഡുമാണ് ഇനി അവശേഷിച്ചിരിക്കുന്നത്. 13 പേലോഡുകളുമായി GSLV-യുടെ മാർക്ക് 3 ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക്, ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് പുറപ്പെടാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നു. 1 മിനിറ്റും 24 സെക്കൻഡും മാത്രം. 13 പേലോഡുകളുമായിട്ടാണ് GSLV മാർക്ക് 3 പുറപ്പെടുക. ഒരുപക്ഷെ ISRO നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും സങ്കീർണവും ഏറ്റവും ചെലവ് കുറഞ്ഞതുമായ URO സാറ്റലൈറ്റ് സെന്ററിൽ നിർമ്മിച്ചെടുത്ത GSLV മാർക്ക് 3 അല്പസമയത്തിനകം 1 മിനിറ്റാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. അവസാന മിനിറ്റിലേക്ക് കടക്കുന്നു. പ്രദീപ്, എന്താണ് മീഡിയ റൂമിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്? എല്ലാവരും തയ്യാറായി കഴിഞ്ഞു, അലേർട്ടായി കഴിഞ്ഞിരിക്കുന്നു വിക്ഷേപണത്തിന് വേണ്ടി. കൗണ്ട് ഡൗൺ. The vehicle is designed to take much higher loads as well. Also, the upper altitude winds have been favorable, which means not much change from the earlier measured conditions. We always design the final rocket trajectory with measured winds, and thus the smaller wind variability means not much change from the design trajectory. Just T-minus 33 seconds to launch. The excitement building up here on your screens. The close shot of the base of the Mark 3, where you will see shortly the S-200s igniting on the ground. വിക്ഷേപണ തറയിൽ മാർക്ക് 3യുടെ ഏറ്റവും അടുത്തുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. GSLV മാർക്ക് 3യുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ദൃശ്യം. आखिरी के 10 सेकंड बाकी हैं. अब मैं कुछ दिन के लिए अपनी वाणी को रोकूंगा. आप ध्यान से देखिए.
7, 6, 5, 4, 3, 2, 1, 0. इस समय आप अपने स्क्रीन पे देख रहे हैं 2 S-200 रॉकेट, Plus 5 seconds. दोनों का प्रज्वलन हो गया है और उससे 640 टन वाले मार्क 3 रॉकेट नौगन को ऊपर की ओर लेके जा रहे हैं। We have a liftoff. We have a liftoff. A perfectly normal liftoff. S-200 is first stage performance normal. ആകാശത്തെ സുന്ദരമായ കാഴ്ച. ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് ജ്വലിച്ചുയർന്നിരിക്കുന്നു GSLV Mark 3. അഭിമാനാർഹമായ നിമിഷം. ഇന്ത്യയുടെ ശാസ്ത്രലോകത്തിന് അഭിമാനാർഹമായ നിമിഷം. സെപ്റ്റംബർ മാസം 7-ാം തീയതി ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് റോവർ ഊർന്നിറങ്ങുന്നതോടുകൂടി, ലാൻഡർ ഊർന്നിറങ്ങുകയും റോവർ ഊർന്നിറങ്ങുകയും ചെയ്തതോടുകൂടി ബഹിരാകാശ ലോകത്തെ 4ാമത്തെ സൂപ്പർ പവറായി തീരും ഇന്ത്യ. അഭിമാനാർഹമായ നിമിഷം. The S-200s performing normally. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ജ്വലിച്ചുയർന്ന GSLV Mark 3 ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് പുറപ്പെടുന്ന ഇനി രേഖാദൃശ്യങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് പുറപ്പെടുന്ന GSLV Mark 3. The S-200 develop a total thrust of nearly 6,000 kilonewtons, and they are loaded with 205 tons of propellant each. On your screens, Dr. Shivan, Chairman ISRO, flanked by Shri Somnath, Director VSSC. And now we are slowly and steadily reaching a phase where the L110 ignition will happen. L110 engine started. अभी अनाउंस किया गया है कि L110 जो कि हमारा दूसरा मुख्य रॉकेट है, उसका इग्निशन हो गया है. उसके दोनों इंजन प्रज्वलित हो गए हैं. രണ്ടാമത്തെ എഞ്ചിന്റെ ജ്വലനം ആരംഭിക്കുന്ന ഘട്ടം. രണ്ടാമത്തെ എഞ്ചിന്റെ ജ്വലനം ആരംഭിച്ചിരിക്കുന്നു. ആദ്യഘട്ടത്തിന്റെ ജ്വലനം വിജയകരം. ആദ്യഘട്ടത്തിന്റെ ജ്വലനത്തിന്റെയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ ചെറിയ സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. लगभग 195 सेकंड तक. After 10 seconds after the S-200 separation, the vehicle is now under closed loop guidance. കൃത്യമായ നിയന്ത്രണത്തിലാണ് ഇപ്പോഴുള്ളത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലേക്ക് പുറപ്പെടുന്ന GSLV Mark 3 ആദ്യഘട്ടത്തിൽ പൂർണ്ണമായും നിയന്ത്രണത്തിൽ. ആദ്യഘട്ട ജ്വലനവും വിജയകരം. ഇനി രണ്ടാം ഘട്ടത്തിലേക്ക് പുറപ്പെടുന്നു. അതും കഴിഞ്ഞ 13 മിനിറ്റുകൾക്ക് ശേഷം ഭൂമിയുടെ ആദ്യ ഭ്രമണപഥത്തിലേക്ക് എത്തും. ട്രാൻസ്ഫർ ഓർബിറ്റിലേക്കാണ് എത്തുക. അതിനുശേഷം എർത്ത് പാർക്കിംഗ് ഓർബിറ്റിലേക്ക് ആദ്യം എത്തും. ഏകദേശം 36,000 കിലോമീറ്റർ ആണ് ഭൂമിയിൽ നിന്നുള്ള ദൂരം. ആദ്യ ഭ്രമണപഥത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെയുള്ള ഭ്രമണം ചന്ദ്രയാൻ കുതിച്ചുയർന്നു. ആദ്യ ജ്വലനവും വിജയകരം. अभी आपके स्क्रीन पे हीट शील्ड को मुख्य रॉकेट से अलग हुआ, उसका दृश्य आपने देखा. Beautiful view of the two halves of the fairing separating from the launch vehicle. L110 performance normal. ആദ്യത്തെ ജ്വലനം നോർമൽ, വിജയകരം, പൂർണ്ണമായും നിയന്ത്രിക്കത്തക്ക രീതിയിലാണ് ഉള്ളത്. പ്രദീപ് ചേരുന്നുണ്ട് ശ്രീഹരിക്കോട്ടയിൽ നിന്നും. പ്രദീപ്, ആദ്യഘട്ട ജ്വലനവും വിജയകരമാണ്. രണ്ടാം ഘട്ട ജ്വലനത്തിലേക്കും പ്രവേശിച്ചു കഴിഞ്ഞു. എർത്ത് പാർക്കിംഗ് ഓർബിറ്റിലേക്ക് ഇനി ഒരുപക്ഷെ 10 മിനിറ്റുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് തോന്നുന്നു. ഭ്രമണപഥത്തിൽ എത്തിക്കഴിഞ്ഞാൽ പൂർണ്ണമായും നിയന്ത്രണത്തിലായി എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയും ചെയ്യും. എന്താണ് പ്രദീപ മീഡിയ റൂമിൽ നിന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്ന അവരുടെ പ്രതീക്ഷകളും ഒപ്പം അവിടുത്തെ അന്തരീക്ഷവും? അരുൺ, ഇതൊരു അവർണ്ണനീയമായ ഒരു കാഴ്ചയായിരുന്നു. ശ്രീഹരിക്കോട്ടയിലെ ലോഞ്ച് പാഡിൽ നിന്ന് അഗ്നി പടർത്തിക്കൊണ്ടാണ് GSLV റോക്കറ്റിലെ ചന്ദ്രയാൻ 2 ദൗത്യവുമായി GSLV Mark 3 റോക്കറ്റ് പറന്നു പൊങ്ങിയത്. നമ്മൾ അതിന് സാക്ഷ്യം വഹിച്ചപ്പോൾ ആദ്യ ചന്ദ്രപതിയായ ചന്ദ്രയാൻ 1ന്റെ
ഈ വാർഷികത്തിൽ, അതായത് 10 വർഷത്തിന് ശേഷം 11 വർഷമായി യാത്ര പുറപ്പെടുന്നത് തിളക്കം കൂട്ടുന്ന ഒരു ഘടകം തന്നെയാണെന്നാണ് എല്ലാ മാധ്യമങ്ങളും ജനങ്ങളും എല്ലാം അഭിപ്രായപ്പെടുന്നത്. GSLV ശ്രേണിയിലെ ഏറ്റവും വികസിത റോക്കറ്റ് നമുക്കറിയാം. ആ ഫാറ്റ് ബോയ് അതിന്റെ പറന്നുയരുന്ന കാഴ്ച എന്തൊരു നയന മനോഹരമായിരുന്നു. മാത്രമല്ല എല്ലാവരും ഇവിടെ ഈ ISROയിലെ ശാസ്ത്രജ്ഞർ ഒന്നടങ്കം എണീറ്റിൽ നിന്ന് കരഘോഷം മുഴക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഏറ്റവും നിർണായകമായ സങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ISRO കടന്നുപോയിരിക്കുന്നത്. ഇനി അങ്ങോട്ട് അവരുടെ മുഖത്ത് തെളിച്ചം കണ്ടു തുടങ്ങി. ഇനി അങ്ങോട്ടുള്ളതെല്ലാം കൃത്യമായി കണക്കുകൂട്ടലെല്ലാം അവർ ഉദ്ദേശിച്ച പോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓരോ ഘട്ടത്തിന്റെയും ജ്വലനഘട്ടങ്ങൾ അവിടെ അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യ ജ്വലനഘട്ടം കഴിഞ്ഞു, രണ്ടാം ജ്വലനഘട്ടവും പൂർണ്ണമായും വിജയകരം എന്ന് തന്നെയാണ് ഇപ്പോൾ ISROയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എർത്ത് പാർക്കിംഗ് ഓർബിറ്റിലേക്ക് എത്താൻ, ആദ്യത്തെ ഭ്രമണപഥത്തിലേക്ക് എത്താൻ ഇനി എത്ര സമയം ബാക്കിയുണ്ട്? അതിനുശേഷം മാധ്യമപ്രവർത്തകരെ ISRO പ്രതിനിധികൾ കാണും. അരുൺ, ഈ ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള വിക്ഷേപണത്തിന് ശേഷം ഈ ഓർബിറ്റർ ചന്ദ്രന്റെ 100 കിലോമീറ്റർ മുതലുള്ള ഭ്രമണപഥത്തിലേക്ക് എത്തും. അതായത് തുടർന്ന് റോവർ ഉൾപ്പെടെയുള്ള വിക്രം ലാൻഡർ മൊഡ്യൂൾ വിട്ടുമാറി ചന്ദ്രോപരിതലത്തിലേക്ക് പറന്നിറങ്ങുന്നതാണ് അടുത്ത ഘട്ടം. ആ ഘട്ടത്തിലേക്ക് കടക്കാൻ 16 മിനിറ്റുകളാണ് ഈ ലാൻഡ് ഇവിടെ നിന്ന് വിക്ഷേപണത്തിന് ശേഷം 16 മിനിറ്റുകൾക്കകം ഇത് ഭ്രമണപഥത്തിലെത്തുമെന്നാണ് ISRO അറിയിച്ചിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിന്റെ കൗണ്ട് ഡൗണും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഇത്ര 3-4 മിനിറ്റുകൾ ഇപ്പോൾ കഴിഞ്ഞു വരും. ആദ്യം എത്തുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 36,000 കിലോമീറ്റർ അകലതയുള്ള എർത്ത് പാർക്കിംഗ് ഓർബിറ്റിലാണ്. എർത്ത് പാർക്കിംഗ് ഓർബിറ്റിലേക്ക് എത്താനുള്ള കൗണ്ട് ഡൗണും ആരംഭിച്ചു കഴിഞ്ഞു. 4 മിനിറ്റുകൾ പിന്നിട്ടിരിക്കുന്നു. എർത്ത് പാർക്കിംഗ് ഓർബിറ്റിലെത്തിയാൽ പിന്നീട് ആ ഭ്രമണപഥത്തിലൂടെയായിരിക്കും ചന്ദ്രയാൻ 2 വഹിച്ചുകൊണ്ടുള്ള GSLV Mark 3യുടെ ഭ്രമണം. അതിനുശേഷം രണ്ടാമത്തെ ഒരുപക്ഷെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് വിട്ടുമാറാൻ ദിവസങ്ങൾ വേണ്ടിവരും. അതുവരെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ തന്നെയായിരിക്കും ഇത് തുടരുക. എന്നാൽ ഭ്രമണപഥത്തിൽ എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി ISROയുടെ ശാസ്ത്രജ്ഞർക്ക് തുടർന്നുള്ള ഘട്ടങ്ങളിലെ നിയന്ത്രണങ്ങൾ അവർക്ക് ഏറ്റെടുക്കാൻ സാധിക്കും. ഇപ്പോൾ 4ാമത്തെ ജ്വലനഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. The cryogenic stage is 13.5 meters long with an inner diameter of 4 meters. It is loaded with 27.7 tons of cryogenic fuel consisting of liquid hydrogen and liquid oxygen. It develops a steady state thrust of about 186 kilonewtons and has a specific impulse of 443 seconds. This will burn to depletion in about total burn of 650 seconds in this mission. जैसा कि आपको बताया गया हमारे रेंज ऑप्शन डॉक्टर के कि क्रायो स्टेज की जो परफॉर्मेंस है वो सामान्य है. मैं ये आपको बताना चाहूँगा कि क्रायो स्टेज की लंबाई लगभग 13.543 मीटर होती है और इसका डायमीटर, इसका व्यास करीब 4 मीटर है और इसका वेट. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ചന്ദ്രയാൻ 2 കുതിച്ചുയർന്നു, കരഘോഷം മുഴക്കി കാഴ്ച കണ്ടിരിക്കുന്നവർ ശാസ്ത്രലോകം നെഞ്ചിടിപ്പോടെ ISRO സ്പേസ് സെന്ററിൽ നിന്ന്, സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ചന്ദ്രയാൻ 2 വഹിച്ചുകൊണ്ടുള്ള GSLV Mark 3 കുതിച്ചുയർന്നിരിക്കുന്നു. And another 8 minutes we have before the cryogenic stage burns out fully and the satellite is injected. Now I would like to share with you what happens after we place this Chandrayaan 2 into GTO. Today we will place the Chandrayaan into the geostationary transfer orbit of 180 km by 39,120 kilometers, and on 7th of September, about 48 days from now, the landing at Moon will happen. So what happens in between? Now, after launching it in GTO, to increase the Chandrayaan 2 orbit so as to make the apogee progressively nearer to Moon, we will have a total 6 separate burns of Chandrayaan 2 using its own propulsion system. On reaching the perigee for the 3rd time in GTO, the first burn near perigee will raise the apogee altitude to about 47,000 kilometers, and on reaching the 4th apogee, we will burn again to increase the perigee to about 240 kilometers. This 240 kilometer perigee will be held, and then in 4 different earth burns on different dates and in perigees numbered 6, 11, 16 and 19 around the earth, we will raise the apogee stepwise to 55,800, 71,500, 89,700 and finally 1,44,000 kilometers. Then on 14th August in perigee number 22, a trans-lunar burn
will happen, and together with the first lunar burn, that is the translunar injection at the Earth perigee, and 5 days later, the first lunar burn, the Chandrayaan will be placed in a lunar orbit of 120 km by 18,000 km on 20th of August 2019. Then, in 4 more lunar burns on different days, the Chandrayaan-2 will reach its final lunar polar orbit of 100 km 48 ദിവസങ്ങൾക്കു ശേഷം ചന്ദ്രയാൻ 2 GSLV മാർക്ക് 3 വഹിച്ചുകൊണ്ടുള്ള റോവർ ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് എത്തും. അതുവരെ വിവിധ ഘട്ടങ്ങളിലായി വിവിധ ജ്വലന ഘട്ടങ്ങൾ, സ്ട്രാപ്പ് റോക്കറ്റുകൾ വേർപെട്ടുപോയി. ഭൂമിയുടെ പാർക്കിംഗ് ഓർബിറ്റിൽ നിന്ന് ചന്ദ്രന്റെ ട്രാൻസിഷൻ ഓർബിറ്റിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടം വളരെ നിർണായകമായ ആ നിമിഷങ്ങളും ദിവസങ്ങൾ കഴിഞ്ഞാണ് ഉണ്ടാവുക. 48 ദിവസമാണ് പുതുക്കിയ സമയക്രമം അനുസരിച്ച് ചന്ദ്രയാൻ 2വിന്റെ ഭ്രമണ ദൈർഘ്യം. 75 kilograms Chandrayaan-2 and will be put in a lunar orbit of 30 km by 100 km in preparation of soft landing on moon near its south pole. All the dates mentioned by me are in the Indian Standard Time and arrived by our calculations based on chosen landing site and the conditions required for the same. പഥത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ തന്നെ 5 വിവിധ ഘട്ടങ്ങളിലായി ജ്വലനഘട്ടമുണ്ടാവും. നിലവിൽ അതിനുള്ളിൽ തന്നെയുള്ള ജ്വലന സംവിധാനങ്ങളുടെ സഹായത്തോടുകൂടി GSLV മാർക്ക് 3യുടെ ജ്വലനം, അതിനുശേഷം ഭൂമിയുടെ ഓർബിറ്റിൽ നിന്ന് ഭ്രമണപഥത്തിൽ നിന്ന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് 1000 കിലോമീറ്റർ ദൂരെയുള്ള ഭ്രമണപഥത്തിലേക്ക് ആദ്യം പ്രവേശിക്കും. ഇതൊരു ട്രാൻസിഷൻ ഫേസ് ആണ്. ഇതൊരു ഇഞ്ചക്ഷൻ ഫേസ്. ഈ ബേൺ ഇഞ്ചക്ഷൻ എന്ന പ്രക്രിയയ്ക്ക് ശേഷം ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് പ്രവേശിക്കും. അതിനുശേഷം ചന്ദ്രന്റെ രണ്ടാമത്തെ ഭ്രമണപഥത്തിലേക്ക് 100 കിലോമീറ്റർ മുകളിലുള്ള ഓർബിറ്റിലേക്ക് എത്തുകയും ഈ ഘട്ടത്തിൽ വെച്ചാണ് 48ാം ദിവസം ഓർബിറ്റും ലാൻഡറും വിട പറയുന്നത്, വേർപിരിയുന്നത്. അതിനുശേഷം ലാൻഡർ പിന്നീട് ക്രൂഷ്യൽ മൊമെന്റുകൾ മാത്രമാണ്. 100 കിലോമീറ്റർ മുകളിലുള്ള റോവർ 15 മിനിറ്റ് കൊണ്ട് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് കൂർന്നിറങ്ങുന്ന, നേരത്തെ ISRO ചെയർമാൻ വിശേഷിപ്പിച്ച ഏറ്റവും ഭയാനകമായ, എന്തും സംഭവിക്കാവുന്ന നിർണായകമായ നിമിഷങ്ങൾ. ഈ യാത്രയിലെ ഏറ്റവും സങ്കീർണവും ഒരുപക്ഷെ ഭൂമിയിലിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർക്ക് നേരിട്ട് നിയന്ത്രിക്കാൻ കഴിയാത്തതുമായ ഒരു ഘട്ടം ഉണ്ടാവുന്നത് 48 ദിവസങ്ങൾക്കു ശേഷമാണ്. അത് ലാൻഡർ മാർക്ക് 3യുടെ ഓർബിറ്റിൽ നിന്ന് വേർപെട്ട് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് കൂർന്നിറങ്ങുന്ന സോഫ്റ്റ് ലാൻഡിംഗ് പ്രക്രിയയാണ്. ആ 15 മിനിറ്റ് ലാൻഡർ വളരെ സേഫായി ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് കൂർന്നിറങ്ങിയാൽ 4 മണിക്കൂറിനകം ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങിയ വിക്രം ലാൻഡറിൽ നിന്ന് പ്രഗ്യാൻ റോവർ പുറത്തേക്ക് ഇറങ്ങും. അതോടുകൂടി ഇന്ത്യ ബഹിരാകാശ രംഗത്തെ സൂപ്പർ പവറായി, 4ാമത്തെ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന സൂപ്പർ പവറായി മാറുകയും ചെയ്യും. അതിനുള്ള ആദ്യഘട്ടം വിജയകരമായി നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ചന്ദ്രയാൻ 2 കുതിച്ചീർന്നിരിക്കുന്നു സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 2ാം വിക്ഷേപണത്തറയിൽ നിന്ന്. അതിന്റെ ആദ്യ ജ്വലന ഘട്ടങ്ങളെല്ലാം പൂർണ്ണമായും ISRO ശാസ്ത്രജ്ഞരുടെ നിയന്ത്രണത്തിൽ, പൂർണ്ണമായും നിയന്ത്രണത്തിലാണ് ഈ ഘട്ടങ്ങളിലെല്ലാം. പ്രദീപ് ചേരുന്നുണ്ട്. പ്രദീപ്, മീഡിയ സെന്ററിൽ നിന്ന് നമുക്ക് കൂടുതലായി എന്താണ് പങ്കുവയ്ക്കാനുള്ളത്? ഏതെങ്കിലും തരത്തിലുള്ള ഫീഡ്ബാക്കുകൾ നമുക്ക് അവിടെ ലഭ്യമാണോ? ഇപ്പോൾ ഏതു ഘട്ടത്തിൽ പ്രവേശിച്ചു തുടങ്ങിയവയെ കുറിച്ചുള്ള അനൗൺസ്മെന്റുകൾ അവിടെ വരുന്നുണ്ട്? അരുൺ, വളരെ നിർണായകമായ വിവരം ഇപ്പോൾ ISRO കേന്ദ്രങ്ങളിൽ നമ്മളെ അറിയിച്ചിരിക്കുകയാണ്. 7ാമത്തെ ക്രയോ സ്റ്റേജ് പെർഫോമൻസും നോർമലായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷവും ആത്മവിശ്വാസവും നൽകുന്ന ഒന്നാണ്. ക്രയോ സ്റ്റേജ് പെർഫോമൻസ് നോർമൽ ആയില്ലെങ്കിൽ ഇതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് തിരിച്ചടി നേരിടും എന്നാണ് വിലയിരുത്തപ്പെട്ടിരുന്നത്. ഇപ്പോൾ ഏകദേശം 2-3 മിനിറ്റുകൾക്കകം ഇത് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തുമ്പോൾ ഇതുവരെയും ക്രയോ സ്റ്റേജ് പെർഫോമൻസ് നോർമൽ എന്നുള്ള റിപ്പോർട്ട് വന്നത് തന്നെ ശുഭോദർക്കമാണ്. അരുൺ, ഇത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ നൽകാനുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട്. ജ്വലനഘട്ടമെല്ലാം തന്നെ 7 ജ്വലനഘട്ടങ്ങളും വിജയകരമായി പൂർത്തിയാക്കി ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് പ്രവേശിക്കാൻ ഇനി മിനിറ്റുകൾ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. ഭൂമിയിൽ നിന്ന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് പുറപ്പെട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ജ്വലിച്ചുയർന്ന GSLV മാർക്ക് 3 മിനിറ്റുകൾക്കുള്ളിൽ ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് പ്രവേശിക്കും. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക്, രേഖാദൃശ്യങ്ങളാണ്
വ്യക്തമാവുക. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നതിനും അകലെ 36,000 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് ഈ മിനിയേച്ചർ മോഡൽ ഇപ്പോൾ കാണുന്ന ഒരു സിമുലേഷൻ മോഡലാണ്. ഈ സിമുലേഷൻ മോഡൽ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ആദ്യഘട്ടം നമുക്ക് വേണമെങ്കിൽ 24-ന്റെ ഓഗ്മെന്റഡ് റിയാലിറ്റിയിൽ നേരത്തെ നമ്മൾ കാണിച്ചിരുന്നു. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം ഈ സംപ്രേഷണം തീരുന്നതിന് മുൻപ്. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് by releasing a single frangible joint at the forward end and 3 separable linkages at the aft end, and then each S-200 is jettisoned by 6 side rockets, 2 at the top and 2 at the bottom. We are approaching ഇപ്പോൾ അടുത്ത ഘട്ടവും പൂർത്തിയാക്കിയിരിക്കുന്നു. ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് ഏറ്റവും നിർണായകമായ ചന്ദ്രയാൻ 2 ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് എത്താൻ ഇനി സെക്കൻഡുകൾ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ നിമിഷം കൂടിക്കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് വിട്ടുമാറുക എന്നത് നമുക്ക് ഓഗ്മെന്റഡ് റിയാലിറ്റിയിലൂടെ ഒന്ന് പരിചയപ്പെടാം. ഇപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും 24-ന്റെ സ്റ്റുഡിയോയിലേക്ക് വന്നാൽ GSLV Mark 3യുടെ വിക്ഷേപണത്തിന്റെ പാത ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് നമ്മൾ ഓഗ്മെന്റഡ് റിയാലിറ്റിയിലൂടെ കാഴ്ചവെക്കുന്നു. GSLV Mark 3 ISRO വികസിപ്പിച്ച GSLV Mark 3 യുടെ വിക്ഷേപണ ദൗത്യം നമ്മൾ നേരത്തെ കണ്ടുകഴിഞ്ഞു. 2:43 തന്നെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് പുറപ്പെട്ടത് ഈ GSLV Mark 3 ആണ്. ISRO വികസിപ്പിച്ചതിൽ വെച്ച് ഏറ്റവും സങ്കീർണവും വികസിതവുമായ ജിയോ സിൻക്രണൈസ്ഡ് സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിളാണ് GSLV Mark 3. GSLV Mark 3യുടെ ലോഞ്ചിങ് എങ്ങനെയായിരുന്നു പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്? അതിൻ്റെ ഒരു മിനി മാതൃക ഇപ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് നമ്മൾ വിക്ഷേപിക്കുകയാണ്. അതിൻ്റെ ഓരോ ഘട്ടത്തിൽ ഇപ്പോൾ 7 ജ്വലന ഘട്ടങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് അല്പസമയത്തിനകം ഈ GSLV Mark 3 പ്രവേശിക്കും. അതിന് കൃത്യമായും പ്രേക്ഷകരിലേക്ക് അതേ മോഡൽ നമ്മൾ 24-ന്റെ സ്റ്റുഡിയോയിൽ നിന്ന് ഗ്രാഫിക്സിൻ്റെ സഹായത്തോടു കൂടി ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ സഹായത്തോടു കൂടി പ്രേക്ഷകർക്ക് മനസ്സിലാക്കുന്നു. അവിടെ നടന്ന അതേ കൗണ്ട് ഡൗൺ ഇവിടെയും നമ്മൾ ആവർത്തിക്കുന്നു. കൗണ്ട് ഡൗൺ ബിഗിൻസ്. GSLV Mark 3. 3, 2, 1. GSLV Mark 3 സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് അല്പസമയം മുമ്പ് കുതിച്ചുയർന്ന GSLV Mark 3യുടെ ഓഗ്മെന്റഡ് റിയാലിറ്റി സിമുലേഷൻ മോഡലാണ് ഇപ്പോൾ 24-ന്റെ സ്റ്റുഡിയോയിൽ നിന്ന് ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് 36,000 കിലോമീറ്റർ അകലെയുള്ള ഭൂമിയുടെ പാർക്കിംഗ് ഓർബിറ്റിലേക്ക് പുറപ്പെടുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ദൃശ്യമാകാൻ കഴിയാത്ത ഇപ്പോൾ 36,000 കിലോമീറ്ററിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന GSLV 3യുടെ മാതൃകയാണ് ഇപ്പോൾ 24-ന്റെ ഓഗ്മെന്റഡ് റിയാലിറ്റി സ്റ്റുഡിയോയിലൂടെ ദൃശ്യങ്ങളിലൂടെ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇത് ആക്ച്വൽ അല്ല, ഇതൊരു സിമുലേഷൻ മോഡലാണ്. ചന്ദ്രനെ ലക്ഷ്യമാക്കി പോകുന്ന ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ 7, 8, 9 ജ്വലനഘട്ടങ്ങളും പൂർത്തിയാക്കി 13 മിനിറ്റ് കൊണ്ട് ഭൂമിയുടെ പാർക്കിംഗ് ഓർബിറ്റിലേക്ക് ഈ ചന്ദ്രയാൻ 2 പ്രവേശിക്കും. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ ഓഗ്മെന്റഡ് റിയാലിറ്റിയിലൂടെ കാണുന്നത്. അതിനുശേഷം ഈ സ്ട്രാപ്പ് റോക്കറ്റുകൾ വിട്ടുമാറി ഈ റോക്കറ്റിൻ്റെ 2 ഘട്ടങ്ങളിലായിട്ട് 2 ദശകളായിട്ട് വിട്ടുമാറും. ഇനി വളരെ പെട്ടെന്ന് നമ്മൾ തിരിച്ചു വരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ക്രയോജനിക് എഞ്ചിൻ പ്രവർത്തിച്ചു തുടങ്ങുകയും ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് വിജയകരമായി ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് ചന്ദ്രയാൻ 2 വഹിച്ചുകൊണ്ടുള്ള GSLV Mark 3 പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. Dr. K. Shivan, Chairman ISRO, ISRO ചെയർമാൻ ശ്രീ കെ ശിവൻ അടക്കമുള്ളവർ ഇപ്പോൾ സന്തോഷം പങ്കുവയ്ക്കുന്നു. ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് വളരെ കൃത്യതയോടുകൂടി പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് കുതിച്ചുയർന്ന GSLV Mark 3 ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് എത്തി. ഇനി ഇവിടെ നിന്നും വളരെ കൃത്യമായ അകലത്തിൽ കൃത്യമായ വേഗതയിൽ രണ്ടാമത്തെ ഭ്രമണപഥത്തിലേക്ക് പ്രവേശിക്കും. അതിനുശേഷം പിന്നെ നിർണായകമായ മുഹൂർത്തം ഉണ്ടാവുന്നത് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് ഭൂമിയുടെ ഭ്രമണപഥം വിട്ടു പോകുന്ന ബേൺ ഇഞ്ചക്ഷൻ എന്ന ഘട്ടമാണ്. ഇപ്പോൾ അല്പസമയത്തിനകം ഒരുപക്ഷേ സന്തോഷം ISROയിലെ ശാസ്ത്രലോകം പങ്കിടുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യം അഭിമാനത്തോളം അല്ലെങ്കിൽ വാനോളം ഉയർത്തിയ ബഹിരാകാശ ദൗത്യത്തിന്റെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാവുന്നു. ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് കുതിച്ചുയർന്ന ചന്ദ്രയാൻ 2 ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് എത്തിയ ചന്ദ്രയാൻ 2 അല്പസമയത്തിനകം ISRO ചെയർമാൻ കെ ശിവൻ മാധ്യമങ്ങളെ കാണും. other VVIPs and Sri Sadguru now
shaking hands with Dr. Shivan. Dr. All senior Goyal. scientists are there, and Dr. Shivan shortly, Dr. അല്പസമയത്തിനകം Shivan is going to address us. So, from നമ്മളെ my side, അഭിസംബോധന ചെയ്ത് സംസാരിക്കും. we say goodbye to you, and please stand by for Dr. Shivan's ഡോക്ടർ broadcast. ശിവൻ, मैं आपसे ISRO ചെയർമാൻ, സന്തോഷം നമ്മളുമായി പങ്കുവയ്ക്കുന്നു. My dear friend, today is a historical day for space and science and technology in India. I am extremely happy to announce that GSLV Mark III vehicle successfully injected Chandrayaan-2 in the defined orbit. In fact, the orbit is 6,000 kilometers more than what our internet is better. That way, the satellite people have more life, more fuel, and for playing with the maneuvers. Actually, it is the beginning of a historical journey of India towards moon and to land at a place near South Pole to carry out scientific experiments to explore unexplored. In fact, after that, a serious technical snag we had, and we fixed that technical snag. Now, ISRO bounced back with flying colors. Immediately after the technical snag, observed in an intelligent way, 1 week back, the entire team ISRO swing into action. In fact, next 24 hours, the work done in this center was mind-boggling. And quickly, the vehicle was brought back to normal and identified the root cause of the technical snag, corrected it. Everything happened in 24 hours. In next 1.5 days, the required tests were conducted to ensure that corrections made was proper in the right direction, and we confirm, and after that vehicle is handed over to the management for taking further action. If you are saying this particular mammoth task is possible, or it is only because of the very, very hard work by the team ISRO, especially engineers, technical assistant, technicians, supporting staff of SDSC, VSSC, LPSC, and IPRC. In fact, they are working continuously, forget about their families, sacrificing their interest, but non-stop mode. They worked to ensure that the snag is fixed properly. In addition to that, the expert team constituted was really on the job for last 7 days, so that to ensure that every systems are function properly. And it is my duty to salute all the people who have done the work, make it happen successfully. Now, regarding this vehicle, also it's a special for this mission. In this mission, GSLV Mark III performance has been increased by 15% more than the earlier mission. Thereby, now the Mark III is approached 4-ton capability to GTO as we designed. My compliments and congratulations to the launch vehicle team for really doing excellent work to enhance the performance capability of the vehicle. Now, if you are talking about Chandrayaan-2, this is actually 3 satellite missions stacked in a single launch vehicle mission, wherein 2 systems are not known to us,
first time we have developed, that is lander Vikram and rover Pragyan. Let me tell one more thing. I would say that last 1.5 years, the satellite team really burned midnight oil to make the Chandrayaan-2 as per the suggestion given by the National Committee, almost reworked the entire spacecraft last 1.5 years, and they worked without any gap. They made it and brought to the launch. My best compliments and congratulations for the satellite team for bringing the Chandrayaan-2, the launch pad at the earliest. My dear friends, now having injected the satellite or Chandrayaan-2 in the intended orbit and better than that orbit, whatever the satellite team wanted to do tomorrow, the launch vehicle done today to you. And your earthbound maneuver is going to be additional bonus for you. That way it's good. Now the mantle is given to satellite team or Chandrayaan-2 team, mission team. They are going to do the 15 very crucial maneuvers in next 1.5 months, and finally bringing the Chandrayaan-2 around the moon to place. After that, the D-Day will come, and that day we are going to experience 15 minutes terror to ensure the landing is safely near South Pole. And to carry out the project of this magnitude, definitely the credit must go to the team ISRO, along with the contributions from the review team, quality personnel, as well as industry. All of them work together to ensure that the success of this mission. Let me thank all of them for giving wonderful contribution to ensure the Chandrayaan-2 mission is successful. For this mission, we are waiting for a long, not only ISRO, not only India, the entire globe was waiting for this particular mission success. Now we achieved. And let me once again congratulate to all the team ISRO members for doing wonderful work. My dear friends, our task is not over. Now, the mission team, Chandrayaan-2 mission team is going to work on the Chandrayaan to bring and land near South Pole very quickly they are going to do. At the same time, already we have taken review today to talk about next mission, and that the CARTO 3 mission. And next series of missions we are going to have in this year. And I'm sure that, as usual, the ISRO will work together and take the task and ensure that we are always successful and meet the demands as given by the management. Once again, I profusely thank all of you for this excellent success, because the success is coming after a call-out. That always giving a sweet. The sweet is not small, they give double sweet. And Chandrayaan PD is now very happy because whatever they are going to do tomorrow, they already happened today. So they are happy, and we will work together and will ensure that we making the Indian flag flying high in this specific technology area. And thank you, as well as Jai Hind. That's a moment. സന്തോഷകരമായ നിമിഷം. ശ്രീ നമ്പിനാരായണൻ ചേരുന്നു. ഈ ദൃശ്യങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ച അദ്ദേഹം വീട്ടിലുണ്ട്. ISROയുടെ നിമിഷത്തിലെ ചരിത്രത്തിലെ ഏറ്റവും അഭിമാനാർഹമായ നിമിഷത്തിനാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ശ്രീ നമ്പിനാരായണൻ, അങ്ങേക്ക് കേൾക്കാൻ സാധിക്കുമെങ്കിൽ ഈ നിമിഷം കാണുമ്പോൾ അങ്ങേക്ക് എന്ത് തോന്നുന്നു? ചേരുന്നു. ഈ സാക്ഷ്യം വഹിച്ച അദ്ദേഹം വീട്ടിലുണ്ട്. ISROയുടെ very happy, and we have no words to explain. Actually, this is something like there is going to be a waiting period. You have to wait till September 6th before you start the so-called soft landing.
Well, keep the fingers crossed. Wait for the D-Day. So far, so good. ഒരുപാട് വിക്ഷേപണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ വിക്ഷേപണത്തിന് ഒരുപാട് സങ്കീർണതകളുണ്ട്. ഇന്ത്യ വികസിപ്പിച്ച ഏറ്റവും സങ്കീർണവും എന്നാൽ വികസിതവുമായ ഒരു വെഹിക്കിളാണിത്. സ്വാഭാവികമായും അത്തരമെല്ലാ ആശങ്കകളും ഇസ്രോയ്ക്ക് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ആദ്യഘട്ടത്തിൽ ഭ്രമണപഥത്തിൽ എത്തിക്കഴിഞ്ഞു. ഭൂമിയുടെ ആദ്യ ഭ്രമണപഥത്തിലെത്തി 6000 കിലോമീറ്റർ കൂടി ഉയരത്തിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ ഇപ്പോൾ ഇസ്രോ ചെയർമാൻ പറഞ്ഞതനുസരിച്ച്. ഇനി 17 ദിവസങ്ങൾ എന്തായാലും നമുക്ക് വലിയ ആശങ്ക വേണ്ട എന്ന് തന്നെയല്ലേ? Now this is routine. Actually, there is nothing can go wrong actually. So the reality now we have to check, of course, all these maneuvers, and then finally you have to wait for that descending time. So let us wait for that time, and after a successful, some snag, and the snag has been corrected, now that gives you double the pleasure. So that you identify the problem and then you solve the problem. കാണുന്ന സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകർക്ക് വേണ്ടി ഇനി എന്താണ് സംഭവിക്കാൻ പോകുക എന്നുള്ളത് ചുരുങ്ങിയ വാക്കുകളിൽ അങ്ങേക്കൊന്ന് പറയാൻ സാധിക്കുമോ? ഇത് ഭൂമിയുടെ പാർക്കിംഗ് ഓർബിറ്റിൽ എത്തിക്കഴിഞ്ഞു. അടുത്തതായിട്ട് ഇനി ചന്ദ്രനിലേക്ക് പോകുന്ന ബേൺ ഇഞ്ചക്ഷൻ ഘട്ടം, അതിനുശേഷം ഊർന്നിറങ്ങൽ, ഈ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്നത്. അതുവരെ എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കുക? It now will come in the Earth orbit. And that orbit will become elliptical with respect to time. അത് കഴിഞ്ഞിട്ട് it will travel towards അവിടെ about the moon, ആ റൂട്ടിലേക്ക് പോയിട്ട് it will be മറ്റേ മൂണിനെ ചുറ്റിക്കറങ്ങും. that is called lunar orbit. Then it will sense the correct location and make sure that it is reaching that, and then we'll start the soft landing. Actually, this is some kind of a maneuver which can be really maneuvered in that way. So that's where, even though 1 week has last, you are able to make the same September 6th as the day of landing. So it's actually a maneuver which I don't think that anybody need to have any concern. ഇനി ഇത് വിക്ഷേപിക്കപ്പെട്ട ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തി ഭൂമിയുടെ അവസാന അല്ലെങ്കിൽ ഈ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെയുള്ള ഘട്ടത്തിൽ ഭൂമിയിൽ നിന്നുള്ള നിയന്ത്രണം സാധ്യമാണോ? I don't think anything can go wrong now. Now it's only a maneuver. I hope you understand. Maneuver ന് അർത്ഥം മനസ്സിലാവുകയാണെങ്കിൽ അതിൻ്റെ കോഴ്സ് കറക്ഷനും അതിൻ്റെ ആർബിറ്റ് കറക്ഷനും ഇൻക്ലിനേഷനും അങ്ങനെ അവിടെ കൊണ്ട് എത്തിക്കാനുള്ളത് മാത്രമേ ഉള്ളൂ. സോ അത് വളരെ ബിക്കോസ് യു ആർ വർക്കിംഗ് ഇൻ എൻ അറ്റ്മോസ്ഫിയർ വെയർ യു ഡോണ്ട് ഹാവ് എനി റെസിസ്റ്റൻസ് ആൻഡ് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് without any opposing force you are doing it, so you should not have any problem according to me. നമിതാനാണ് ഇതിന്റെ വ്യത്യസ്തമായ 1-2-3 ഘട്ടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിരുന്നു ഈ ജ്വലനവുമായി ബന്ധപ്പെട്ട്. ഇതിൽ ഈ ക്രയോജനിക് ആയിട്ട് ഉള്ള ഇന്ധനം പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ടോ ഈ ഘട്ടത്തിൽ? അതല്ല ഇനി ഇതൊരു മറ്റൊരു ഘട്ടത്തിലാണോ ക്രയോജനിക് എഞ്ചിൻ പ്രവർത്തിച്ചു തുടങ്ങുക? ക്രയോജനിക് എഞ്ചിന്റെ ഇത് കഴിഞ്ഞിട്ടാണല്ലോ UTSB now injected into the orbit. ആക്ച്വലി ഈ പ്രീവിയസ് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടല്ലോ, ദാറ്റ് ലീക്ക് പ്രോബ്ലം, അത് സോൾവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൽ വേണം നമുക്ക് സന്തോഷിക്കാനായിട്ട്. ആക്ച്വലി കറക്റ്റായിട്ട് കണ്ടുപിടിക്കുകയും അത് എക്സാക്റ്റ് ഇവർ പുറത്ത് പറഞ്ഞിട്ടില്ല, പക്ഷേ എനിക്ക് തോന്നുന്നത് ഇറ്റ് വാസ് എ ഹീലിയം ലീക്ക്. ഇതേപോലെ ഹീലിയം ലീക്ക് നമ്മുടെ അമേരിക്കൻ ഇതിലുണ്ടായിട്ടുണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ്. ക്രൂ ഡ്രാഗൺ എന്നും പറഞ്ഞിട്ട് അതാണ് അവരുടെ മിഷൻ ടു മൂൺ ഡ്യൂറിങ് 2024. പക്ഷെ അവിടെയും ഏകദേശം ഇതുപോലെ തന്നെ ഹീലിയമാണ്, പക്ഷേ അവിടെ ഒരു ചെക്ക് വാൽവ് മാൽ ഫങ്ഷനിങ്. സോ ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. ഇറ്റ്സ് പാർട്ട് ഓഫ് അവർ ലൈഫ്. പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ 15 മിനിറ്റ്സ് ടെറർ, അതായത് ചന്ദ്രന്റെ ഉപരിതലത്തിലെത്തി 100 കിലോമീറ്റർ മുകളിലുള്ള ഓർബിറ്റിൽ എത്തിയതിനു ശേഷം ഓർബിറ്റിൽ നിന്ന് ലാൻഡർ വേർപെടും. ആ ലാൻഡർ വളരെ സോഫ്റ്റായിട്ട് ഊർന്ന് ലാൻഡ് ചെയ്യുന്ന സമയം അത് വളരെ നിർണായകമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. 15 മിനിറ്റ്സ് ടെറർ എന്നാണ് അദ്ദേഹം ഇപ്പോഴും അത് പറഞ്ഞത്. വളരെ ഭീതിതമായ 15 മിനിറ്റുകൾ. ആക്ച്വലി ഞാനൊരു കാര്യം പറയട്ടെ, ഇറ്റ് ആൾ ഡിപ്പെൻഡ്സ് ഹൗ യു ലുക്ക് അറ്റ് ഇറ്റ്. അതിൻ്റെ നിങ്ങളുടെ നേച്ചർ എന്താണ് എന്നുള്ളതാണ്. ആൻഡ് യുവർ കോൺഫിഡൻസ് ലെവൽ, യുവർ നോളേജ് ആൻഡ് യുവർ ഓൺ എക്സ്പീരിയൻസ് ആൻഡ് യുവർ എക്സ്പോഷർ എക്സെട്ര ഇതെല്ലാം കഴിഞ്ഞിട്ടാണ്. ആക്ച്വലി സ്പീക്കിംഗ് 2 വിധത്തിൽ പറയാം. ഒന്ന്, എവറി മൂവ്മെൻറ്റ് ഈസ് ക്രിട്ടിക്കൽ റൈറ്റ് ഫ്രം ലിഫ്റ്റ് ഓഫ്.
Another one is there are certain selected areas which are critical. അപ്പോൾ അത് എങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുക? ഫോർ എ കോമൺ മാൻ, ഫോർ ഒന്നും അറിയാത്ത ഒരാളിന് ഇത് റൊട്ടീനാണ്. ദർ ഇസ് നത്തിങ് ക്രിട്ടിക്കാലിറ്റി ഫോർ ഹിം. ഇതിങ്ങനെ കത്തിച്ചാൽ പോവും, അവിടെ ചെന്ന് ഇറങ്ങും എന്നുള്ള രീതിയിൽ അവൻ നോക്കത്തുള്ളൂ. പക്ഷേ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഫോർ ഹിം എവറിത്തിങ് ഈസ് എ സർപ്രൈസ്. ഓ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. സോ എൻ്റെ കണ്ണോട്ടത്തിൽ I don't think there is anything which is so critically to be worried about. Now we have to be worried about only the soft landing മാത്രമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രയേ ഉള്ളൂ. ഈ സോഫ്റ്റ് ലാൻഡിംഗ് കഴിഞ്ഞ ഈ ഒരു ഭൗമ ദിവസം എന്ന് പറയുന്നത്, ഒരു ചന്ദ്ര ദിവസം എന്ന് പറയുന്നത് 14 ദിവസങ്ങളാണ്. അത്രയും ആയുസ് മാത്രമാണ് ഈ ലാൻഡറിനുള്ളതും റോവറിനുള്ളതും. റോവർ ഇറങ്ങി ഒരു 100-200 മീറ്റർ ചന്ദ്രൻ്റെ ഉപരിതലത്തിലേക്ക് ഇറങ്ങി സഞ്ചരിക്കുമ്പോൾ പണ്ട് പാത്ത് ഫൈൻഡർ ഇറങ്ങുന്നത് പോലെ അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയ രീതിയിലാണോ ഈ റോവർ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഇറങ്ങുക? അത്രയും വലിയ നേട്ടം നമ്മൾ സ്വന്തമാക്കിയെന്ന് അഭിമാനിക്കാൻ കഴിയില്ലേ? നോ, ആക്ച്വലി ഇതിനകത്തുള്ള ക്രിട്ടിക്കാലിറ്റി എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് സോഫ്റ്റ് ലാൻഡിങ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളതൊക്കെ റിയലി യു ലുക്ക് അറ്റ് ഇറ്റ്, ദ സോ കാൾഡ് റോവർ. നൗ റോവർ ഈസ് മൂവിങ് സ്ലോലി, ഇറ്റ് ഈസ് മൂവിങ് ടു എ ഡിസ്റ്റൻസ് ഓഫ് 500 meters or so. അതൊക്കെ ഒരു മെക്കാനിക്കൽ സിസ്റ്റം, ആൻഡ് ഇറ്റ് ഹാസ് പ്രോബബ്ലി ക്യാമറാസ്, ഇറ്റ് ഹാസ് സോളാർ പാനൽസ്, ഇറ്റ് ജനറേറ്റ്സ് ഇറ്റ്സ് ഓൺ പവർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ കണക്കിലെടുത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു മീ ദർ ഷുഡ് ബി നോ ക്രിട്ടിക്കാലിറ്റി. ഇറ്റ്സ് എ മെക്കാനിക്കൽ സിസ്റ്റം, ഇറ്റ് ഹാസ് ടു വർക്ക്. ഇഫ് ഇറ്റ് ഡസൻറ്റ് വർക്ക് ദെൻ യു ഹാവ് ഡൺ സം മിസ്റ്റേക്ക്, യു ഹാവ് ഐദർ ഡിഡ് wrong assembly, etc. But what is the aim of this mission? That is what you should look at it. The aim of this mission is to soft land a payload in the lunar surface. That is what it's different from Chandrayaan-1, where it didn't have a soft landing, it was a crash landing. അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ യുവർ മേജർ ഗോൾ ഈസ് അച്ചീവ്ഡ് എന്നുള്ള രീതിയിലാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, ഈ നിലവിൽ ഈ ഹീലിയം അടക്കമുള്ള വാതകങ്ങളുടെ, ഹീലിയം 3 അടക്കമുള്ള വാതകങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കുക, അത് തിരികെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ ഭൂമിയിലേക്ക് കൊണ്ടെത്തിക്കുക തുടങ്ങിയ ശ്രമങ്ങളും ഇതിൻ്റെ ഭാഗമായി അതൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് കണക്കാക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഇന്നേ വരെ ഇന്ത്യ നടത്തിയ വിക്ഷേപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നങ്ങ് പറയുമോ ഇത്? ഇല്ല, ആക്ച്വലി ഇറ്റ് ഈസ് ക്രിട്ടിക്കൽ. ഞാൻ പറയുന്നത് വാട്ട് ഈസ് ഓൺ ദി സർഫേസ്, whether you get helium, whether you get water molecules, whether you can get them back, whether you can tap them to your advantage, അതിലുള്ള കാര്യങ്ങൾ ഒന്നും നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടില്ല. വീണ്ടും വീണ്ടും നിങ്ങളത് മനസ്സിലാക്കണം. ഐ തിങ്ക് സംബഡി ഷുഡ് നോട്ട് ബി മിസ്ഗൈഡഡ്. അത് ഇൻഫാക്റ്റ് അതിൻ്റെ കപ്പാസിറ്റിയുള്ള പേലോഡ് ഇതുവരെ ഈവൻ ദി നീൽ ആംസ്ട്രോങ് വെൻ ഹി വാക്ക്ഡ് അറൗണ്ട് 50 years ബാക്ക്, പുള്ളിക്ക് അത് കഴിഞ്ഞിട്ടുള്ള സൈലൻറ്റ് പീരിയഡിലും ഇൻഫാക്റ്റ് ഇഫ് യു ആർ കീപ്പിംഗ് യുവർ സെൽഫ് അപ് ടു ഡേറ്റ് വിത്ത് റെസ്പെക്ട് ടു സച്ച് മിഷൻസ്, ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഗ്രൂപ്പ് പറയുന്നത് അവിടെ എന്തൊക്കെയോ മിനറൽസ് ഉണ്ട്, പ്ലാറ്റിനം ഉൾപ്പെടെ. നേരെ ഓപ്പോസിറ്റ് മറ്റാൾ പറയുന്നത് ഒന്നുമില്ല. എർത്തിലേക്ക് നിങ്ങൾ 5000 and all മെറ്റീരിയൽസ് കിട്ടുകയാണെങ്കിൽ അവിടെ 1000 പോലും ഇല്ല. ഐ ഡോണ്ട് നോ. ഇതിൻ്റെ അർത്ഥം ഒന്ന് മാത്രം ക്ലിയറാണ്, അത് പറയാനായിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റോ ഒരു അറ്റംപ്റ്റോ ഒരു കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. യു ആർ ജസ്റ്റ് ടെല്ലിംഗ് ഫ്രം എ ഗസ്റ്റ് മേറ്റ് പോയിന്റ് ഓഫ് വ്യൂ. So let us wait. The idea is to go there. Right. Then afterwards, having gone there, you have to do the remaining things to understand it more. That is what the Chinese were planning now. See, Chinese is planning to send a team in the year 2030. Now the Russians are sending too many robots to different places to understand the whole thing. Now the Americans are planning again to go back to moon and then try to understand things. So ഇത് ഇപ്പോൾ തുടക്കം മാത്രമേ ഉള്ളൂ. നമ്മൾ അതിനകത്ത് ഒരു ബിറ്റ് ജോയിൻ ചെയ്തിരിക്കാൻ നോക്കണം. വി ആൾസോ ക്യാൻ സേ വി നോ ഹൗ ടു ലാൻഡ് ഇൻ മൂൺ. ഈ അർത്ഥത്തിലാണ് ഇത് നോക്കേണ്ടത്. ഐ ഡോണ്ട് തിങ്ക് ദറ്റ് വൺ ഷുഡ് എക്സാജറേറ്റ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഫ്രണ്ട് ഓഫ് അവേഴ്സ് മോർ ദൻ വാട്ട് ഇറ്റ് ഈസ്. പക്ഷേ certainly it is something which we can be proud of. അതായത് അങ്ങ് പറയുന്നത് പോലെ ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് ഒരു സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുക എന്നതാണ് ഈ മിഷന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ബാക്കിയുള്ള പര്യവേഷണങ്ങൾ ഈ പറയുന്നത് പോലെ നടക്കുകയാണെങ്കിൽ നടക്കട്ടെ, പക്ഷെ അതിനുള്ള പേലോഡ് നിലവിൽ ഘടിപ്പിച്ചിരിക്കുന്ന പ്രഗ്യാനിലില്ല. സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുക, കുറച്ച് സമയത്തേക്ക് ഒരു ചന്ദ്രദിനം അല്ലെങ്കിൽ 100-250 മീറ്റർ ഒന്ന് സഞ്ചരിക്കുക.
ആക്ച്വലി നമ്മളിപ്പോൾ സോഫ്റ്റ് ലാൻഡിങ് നടത്തുന്നതാണ് പ്രൈമറി എയിം എന്ന് വയ്ക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഹാവിങ് ലാൻഡഡ് അത് അവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ റോവർ നമ്മൾ അവിടെ മൂവ് ചെയ്യുകയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദാറ്റ് ഈസ് ഓൺലി ആൻ അഡീഷണൽ തിങ് ഇൻ അതർ വേർഡ്സ് ടു സീ ഹൗ ഇറ്റ് ഗോസ് ആൻഡ് ഓൾ. അത് അവിടെ ചെന്നിട്ട് ഒരു എക്സ്പെരിമെൻ്റ് നടത്തും, പിന്നെ ഡിഗ് ചെയ്യും, അതിനെ അനലൈസ് ചെയ്യും എന്നൊക്കെ എല്ലാം പറയുന്നതിൽ എനിക്ക് വലിയ താല്പര്യമോ വിശ്വാസമോ ഇല്ല. അതിനുള്ള എക്സ്പെരിമെൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പേലോഡിൻ്റെ കപ്പാസിറ്റി ഇതിനെക്കാട്ടിലും കണ്ടമാനം വേണം. ഇതിപ്പോ ആകെ 25 കിലോ മാത്രമുള്ള ഒരു റോവറാണ്. അതിനകത്ത് 6 വീലുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ചില തെർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ 2 പ്രധാനപ്പെട്ട ഉപകരണങ്ങളുമുണ്ട്. അത്രയും പേലോഡ് മാത്രമേ നിലവിൽ അതിലുള്ളൂ എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീ നമ്പിനാരായണൻ, എന്തായാലും ഗഗൻയാനിലേക്കുള്ള ഒരു യാത്രയുടെ തുടക്കം എന്ന രീതിയിൽ നമുക്കതിനെ കാണാം. ആ ഘട്ടത്തിൽ പോലും ശ്രീ നമ്പിനാരായണൻ പറയുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം സോഫ്റ്റ് ലാൻഡിങ് ചെയ്യുക എന്നുള്ളതാണ്. ആ സോഫ്റ്റ് ലാൻഡിങ് ചെയ്തതിനപ്പുറത്ത് ഹീലിയം പരിവേഷണമോ മറ്റു തരത്തിലുള്ള ശാസ്ത്ര പരിവേഷണങ്ങളോ റോവർ നടത്തും എന്ന തരത്തിലുള്ള എക്സാജറേഷനിലേക്ക് നമ്മൾ പോയില്ലെങ്കിൽ പോലും ഇത് നിർണായകമായൊരു വഴിത്തിരിവാണ് ISROയുടെ കാര്യത്തിൽ. ചന്ദ്രൻ്റെ ഉപരിതലത്തിലേക്ക് ഇറങ്ങാൻ പോകുന്ന ഈ ലാൻഡർ, ആ ലാൻഡർ ഇറക്കിവിടാൻ പോകുന്ന റോവർ, ഇത് രണ്ടും ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യക്ക് വളരെ വലിയ ഒരു സ്ഥാനം, പ്രത്യേകിച്ച് 4ാമത്തെ ഒരു ബഹിരാകാശ രംഗത്തെ സൂപ്പർ പവറായി ഇന്ത്യ മാറും ആ ഘട്ടത്തിൽ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം. ഇനി 17 ദിവസങ്ങൾ ഈ GSLV Mark 3 വിക്ഷേപിച്ചിരിക്കുന്ന GSLV Mark 3 ഇന്ത്യയെ ലോകത്തെ ചുറ്റും ഭൂമിയെ ചുറ്റിയതിന് ശേഷം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലേക്ക് പ്രവേശിക്കും. അവിടെയും 22 ദിവസങ്ങളോളം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ സഞ്ചരിച്ച് 100 കിലോമീറ്റർ ഉയരത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ദക്ഷിണ ധ്രുവത്തിലേക്ക് എത്തുമ്പോഴാണ് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ നിന്ന് വിക്രം ലാൻഡർ ചന്ദ്രൻ്റെ ഉപരിതലത്തിലേക്ക് സോഫ്റ്റ് ലാൻഡിങ് ചെയ്യുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. ഇതിനെയാണ് 15 minutes ഓഫ് ടെറർ എന്ന് വിശേഷിപ്പിച്ചത്. യാതൊരു തരത്തിലും പ്രഡിക്ഷൻസ് സാധ്യമല്ലാത്ത നിർണായകമായ ഘട്ടം. അങ്ങനെ ഊർന്നിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ റോവർ പുറത്തു വരും, പ്രഗ്യാൻ. അത് ഒരു ചന്ദ്ര ദിവസം 14 ദിവസം ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ 100-200 മീറ്റർ സഞ്ചരിക്കുന്നതോടുകൂടി ഇന്ത്യ ഒരു സൂപ്പർ പവറായി മാറുകയും ചെയ്യും. എനിവേ, ജയ് ഹിന്ദ് ആൻഡ് വി സല്യൂട്ട് ISRO. ഏറ്റവും കൃത്യമായ രീതിയിൽ തന്നെ വിക്ഷേപിക്കാൻ സാധിച്ചു. ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തുകയും ചെയ്തിരിക്കുന്നു. സന്തോഷം നമ്മൾ പങ്കുവയ്ക്കുന്നു എല്ലാ ഭാരതീയരും. അങ്ങനെ ഇന്ത്യ 4ാമത്തെ ബഹിരാകാശ ശക്തിയായി തീരാനുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് കാത്തിരിക്കാം. ചന്ദ്രയാൻ 2വിൻ്റെ പ്രത്യേക ഈ വാർത്താ സംപ്രേഷണം ഇവിടെ അവസാനിക്കുന്നു. ഇനി റൗണ്ടപ്പുമായി ഉന്മേഷത്തും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. You are watching 24 from News Headquarters, Kochi.